ഓക്കെ, 100% ഗ്യാരണ്ടി എനിക്ക് നൽകാൻ സാധിക്കും നിങ്ങൾ വിജയിക്കും എന്നുള്ളത്. ആ ഒരു വിശ്വാസം നിങ്ങൾക്ക് ഉണ്ടാകണം. കാരണം ഇത് ഞാൻ എൻ്റെ ജീവിതത്തിൽ പരീക്ഷിച്ച് വിജയിച്ചൊരു കാര്യമാണ്. മനസ്സിലായോ? ഞാൻ ചുമ്മാ ഒന്ന് പറയുകയല്ല, വെറുതെ ഒന്ന് പറയുകയല്ല. അതുകൊണ്ട് നിങ്ങൾക്ക് വിജയിക്കാനെ കൊണ്ട് സാധിക്കും. വളരെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ലോകത്തിൽ ആരും കടന്നു വന്നത് തോൽക്കുവാനല്ല. ദൈവം ആരെയും സൃഷ്ടിച്ചത് ഇങ്ങനെ ജീവിക്കാനും അല്ല. മനസ്സിലായ കുഞ്ഞുങ്ങൾ വളരെ ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് ഒരുപാട് ടൈമുണ്ട്, നിങ്ങൾ വളരെ ശ്രദ്ധിക്കുക. ദൈവം നമ്മളെ സൃഷ്ടിച്ചത് നമുക്ക് ഇങ്ങനെ ജീവിക്കാനല്ല. എന്നാൽ നമ്മുടെ സാഹചര്യങ്ങൾ, നമ്മുടെ വീട്, നമ്മൾ പഠിക്കുന്ന സ്കൂളിലെ പഠിപ്പിക്കല്, നമ്മളുടെ കൂട്ടുകാര്, നമ്മുടെ സമൂഹം, നമ്മുടെ ചർച്ചുകള്, അല്ലെങ്കിൽ നമ്മുടെ ഗവൺമെന്റ്, നമ്മളെ ഫോളോ ചെയ്യുന്ന ചില ആൾക്കാര്, നമ്മളെ അനുഗമിക്കുന്ന, നമ്മൾ വിശ്വസിക്കുന്ന ചില ആൾക്കാര്, അവരുടെയൊക്കെ ജീവിതവും അവരുടെയൊക്കെ സ്വഭാവവും കൊണ്ട് നമ്മളിങ്ങനെ ആയിപ്പോയതാ. മനസ്സിലായോ? നമ്മളാരും ഇങ്ങനെ ജീവിക്കേണ്ടവരല്ല. ഇനി നമുക്ക് വിജയിക്കാൻ എന്തോ വേണമെന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത്? മോളെ, വിജയിക്കാൻ എന്തോ വേണം? നമ്മുടെ ജീവിതത്തിൽ എന്തുണ്ട് നമുക്ക് വിജയിക്കാൻ ഒക്കും എന്ന് പറഞ്ഞേ? നമ്മുടെ ജീവിതത്തിൽ എന്തുണ്ടെങ്കിൽ നമുക്ക് വിജയിക്കാൻ ഒക്കും? പറ. പഠിത്തം ഒന്ന്. ഇനി വേറെ പറ. നിങ്ങളൊന്ന് നാക്കെടുത്ത് പറ. ഇത് ചുമ്മാ മറ്റു കാര്യങ്ങളൊന്നുമല്ല, നിങ്ങൾക്ക് അറിയാൻ വേണ്ടി ചില കാര്യങ്ങൾ ഞാൻ പറയാൻ പോവുക. ഓക്കെ, പഠിത്തം വേണമെന്ന് പറഞ്ഞു. മോളെ, എന്തോ വേണം? എന്താ വേണം നമുക്ക്? എനിക്ക് മനസ്സിലാകുന്നില്ല, ഉറക്കെ പറ. ഏതാ? നോളജ്. അത് തന്നെ, അറിവ്, നോളജ്. സ്പോർട്സ് വേണം. ഒരു കാര്യം നിങ്ങൾ ഓർക്കുക, ഒരുവന് അവന്റെ ജീവിതത്തിൽ വിജയിക്കാൻ വിദ്യാഭ്യാസം വേണ്ട, പണം വേണ്ട, സൗന്ദര്യം വേണ്ട. അപ്പൊ നിങ്ങൾ വിചാരിക്കും, പിന്നെ എന്തോ കണ്ടാ വിജയിക്കില്ലേ? ഇതൊന്നും അല്ല വിജയത്തിന്റെ രഹസ്യം. മനസ്സിലാവുന്നുണ്ടോ? കുഞ്ഞുങ്ങൾ വളരെ ശ്രദ്ധിക്കണം. നിങ്ങളോട് ചില കാര്യങ്ങൾ പ്രത്യേകിച്ച് പറയാനുണ്ട്. നമുക്ക് ഒരുപാട് വിദ്യാഭ്യാസം കൊണ്ട് നമ്മൾ വിജയിക്കത്തില്ല. PhD എടുത്തിട്ടുള്ള വിഡ്ഢികളുണ്ട് നമ്മുടെ ഇടയിൽ. PhD ഉള്ള ബുദ്ധു അല്ലെങ്കിൽ PhD എടുത്തുള്ള മണ്ടന്മാർ നമ്മുടെ നാട്ടിലുണ്ട്. അവരുടെ ക്വാളിഫിക്കേഷൻ PhD അല്ലേ? അവരെങ്ങോട്ട് യാതൊരു ഗുണമില്ല. അതുകൊണ്ട് വിദ്യാഭ്യാസം കൊണ്ട് എല്ലാവരും സക്സസ് ആവുമോ? ഇല്ല. പണം കൊണ്ട് നമ്മൾ ജീവിതത്തിൽ വിജയിക്കുമോ? ഇല്ല. പണമുള്ള എത്രയോ ആൾക്കാരുണ്ട്, നമ്മൾ ജീവിക്കുന്നതിന് എത്ര നല്ലപോലെ ജീവിക്കുന്നില്ല, അല്ലേ? അപ്പൊ പണമല്ല, സൗന്ദര്യം കൊണ്ട് നമുക്ക് വിജയിക്കാൻ ഒക്കുമോ? ഇല്ല. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു കാര്യവുമല്ല ജീവിത വിജയത്തിന്റെ രഹസ്യം. മനസ്സിലാവുന്നുണ്ടോ? നമ്മളാരും ചിന്തിക്കുന്ന ഒന്നുമല്ല ജീവിത രഹസ്യം. നിങ്ങൾ ചിന്തിക്കും, ചില രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാർ വിജയിച്ചേക്കും, അവർക്ക് ഒരുപാട് അനുയായികളുണ്ട്, അവർക്ക് വേണ്ടി സിന്താവ വിളിക്കാനെ കൊണ്ടും അവരെ ഉയർത്താനും വലിയ കാര്യങ്ങളൊക്കെ പറയാനൊക്കെ കൊണ്ടൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട്. അല്ല, അങ്ങനെയല്ല വിജയിക്കുന്നത്. വിജയിക്കാനുള്ള ചില ടിപ്പുകൾ ഞാൻ പറഞ്ഞുതരാം. മനസ്സിലായോ? ചില പ്രത്യേക കാര്യങ്ങൾ. നിങ്ങൾക്ക് വിജയിക്കണമെന്നുണ്ടെങ്കിൽ 5 ചോദ്യങ്ങൾക്ക് നിങ്ങൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ മറുപടി പറയണം. മനസ്സിലാകുന്നു? നിങ്ങൾ കുറിച്ചെടുക്കുക, കുഞ്ഞുങ്ങൾ കുറിച്ചെടുക്കണം, നിങ്ങളിത് മനസ്സിലാക്കിയെടുക്കണം. നിങ്ങൾക്ക് വിജയിക്കാൻ 5 ചോദ്യങ്ങൾ നിങ്ങളോട് തന്നെ ചോദിച്ചിട്ട് അതിന് നിങ്ങൾ തന്നെ മറുപടി പറയണം. അതാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ വിജയത്തിന്റെ രഹസ്യം. മനസ്സിലായോ? അപ്പൊ ഞാൻ ഒന്നാമത്തെ ചോദ്യം പറയാൻ പോവുക. ഒന്നാമത്തെ ചോദ്യം, അത് നിങ്ങളോട് തന്നെ ചോദിച്ചിട്ട് മറുപടി പറയേണ്ട കാര്യമാണ്. ചോദ്യം: ഞാൻ ആരാണ്?
പറ, ഞാൻ ആരാ? ഹൂവാമായി, ഞാൻ ആരാണ്? ഞാൻ ആരാണ്? ഹൂവാമായി. മോളാരാ? മോളാരാ? ആരാ? നമുക്ക് മറുപടി ഇല്ല. 98% ആൾക്കാർക്കും ഈ ചോദ്യത്തിന് മറുപടിയില്ല. ഞാൻ ആരാണ്? നമുക്ക് പറയാൻ ഒക്കുന്നത്, ഇപ്പൊ ഡ്രൈവറാണെങ്കിൽ പറയും ഞാനൊരു ഡ്രൈവറാണെന്ന് പറയും, ഒരു ഡോക്ടറാണെങ്കിൽ പറയും ഞാനൊരു ഡോക്ടറാണെന്ന് പറയും, ഒരു കൃഷിക്കാരനാണെന്ന് പറയും ഞാനൊരു കൃഷിക്കാരനാ, ഒരു അധ്യാപകൻ പറയും ഞാൻ ഒരു അധ്യാപകനാണെന്ന് പറയും, അല്ലേ? ഞാൻ ആരാണെന്ന് ചോദിച്ചാ ഇതവരുടെ തൊഴിലാ. അതല്ല ഞാൻ ചോദിച്ചത്. നമ്മുടെ ജീവിതത്തിലെ തൊഴിലല്ല ഞാൻ ചോദിച്ചത്. അല്ലെങ്കിൽ ചിലർ പറയും ഞാൻ ഇന്നടത്തെയാന്ന് പറയും, ഞാൻ ഇന്ന വീട്ടിലെയാ. അതുമല്ല ഞാൻ ചോദിച്ചത്. ഇന്ന മാതാവിന്റെ പിതാവിന്റെ മോനാണ് ഞാൻ എന്ന് ചിലർ പറയാറുണ്ട്. അപ്പൊ ഞാൻ ആരാണ് എന്നുള്ള ചോദ്യത്തിന് ഇതൊന്നും അല്ല മറുപടി. അതായത് ഐഡന്റിറ്റി, നമുക്കൊരു ഐഡന്റിറ്റി ഉണ്ടല്ലേ, ഐഡന്റിറ്റി കാർഡ് എന്ന് പറയാം, അല്ലെങ്കിൽ നമ്മുടെ ആധാർ കാർഡ്. അത് വേറെ ആർക്കെങ്കിലും ഉണ്ടോ? ഒരാൾക്കേ ഉള്ളൂ. ഒരാളുടെ ആധാർ കാർഡ് ഒരാൾക്കേ ഉള്ളൂ. അപ്പൊ ഞാൻ ആരാണ് എന്നുള്ള ചോദ്യത്തിന് നിങ്ങൾക്ക് കണ്ടോ മറുപടി ഇല്ല. അതാണ് നമ്മളുടെ തകർച്ചയുടെ ഒന്നാമത്തെ കാരണം. നമ്മുടെ തകർച്ചയുടെ ഒന്നാമത്തെ കാരണം ഞാൻ ആരാണെന്ന് എനിക്കറിയത്തില്ല. എന്റെ ഐഡന്റിറ്റി എനിക്കറിയത്തില്ല. ഞാൻ ആരാണ്? നമുക്ക് പറയാനുള്ള ഈ ലോകത്തിലെ ബന്ധങ്ങൾ മാത്രമേ പറയാനുള്ളൂ. ഇന്ന വീട്ടിലെ ഇന്ന ആളിന്റെ മോനാണെന്ന് പറഞ്ഞ് മാത്രം നമ്മൾ പോവുകയാണ്. അല്ല, എനിക്കൊരു ഐഡന്റിറ്റി ഉണ്ട്. ആ ഐഡന്റിറ്റി നമുക്കറിയത്തില്ല എങ്കിൽ നമ്മുടെ സമൂഹം നമ്മളോട് പറയും നീ ഇന്ന ആളാണെന്ന് പറയും. നമ്മുടെ ഐഡന്റിറ്റി, ഞാൻ ആരാണെന്ന് എനിക്ക് ബോധമില്ലെങ്കിൽ ഞാൻ ആരാണെന്ന് എന്നെ ബോധ്യപ്പെടുത്തുന്ന ആരാണെന്ന് അറിയാമോ? സമൂഹം. ഇയാൾ അത്രയേ ഉള്ളൂ, ഇയാൾ അവിടെ ഇരുന്നാട്ട്, നീ ഇത്ര മാത്രമേ ഉള്ളൂ, നീ ഇനി മിണ്ടണ്ട, നീ ഒന്നും പറയണ്ട, നീ ആരാണെന്ന് ഞങ്ങൾക്കറിയാം. ഇത് നമ്മുടെ ജീവിതത്തിൽ തകർച്ചയുടെ ഒന്നാമത്തെ പടിയാണ്. അപ്പോൾ ഒന്നാമത് നിങ്ങൾ വേണ്ടുന്ന കാര്യം, ഞാൻ ആരാണ്? ആരാണ് ഞാൻ? ആരാണ് ഞാൻ? ആരാണ്? പറ 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 ഉറക്കെ പറ, തെറ്റിയാലും പോട്ടെ. ദൈവ പൈതൽ അല്ലേ? ഞാനൊരു ദൈവ പൈതലാണ്. അതാണ് ആൻസർ. ഇത് നമുക്ക് പലർക്കും അറിയത്തില്ല. പലരും നമ്മളെ കാണുന്ന എന്താണ്? ഇന്ന വീട്ടിലെ ഇന്ന ആളുടെ മകള്, ഇന്ന ആളുടെ മകൻ, അത് മാത്രമേ അറിയുന്നുള്ളൂ. അപ്പൊ നമുക്കും അറിയുന്നത് എന്താണ്? ഞാൻ ഇന്ന വീട്ടിൽ ഇന്ന ആളുടെ മോളാണ്. അതാണ് നമ്മളെ കുറിച്ചുള്ള അറിവ്. അവിടെ ഇങ്ങനെ നിൽക്കരുത്. എന്താണ് വേണ്ടുന്നത്? ഞാൻ ആരാണ്? ഞാൻ ദൈവത്തിന്റെ മകളാണ്, ദൈവത്തിന്റെ മകനാണ്. ആ ഒരു അറിവാണ് നമ്മുടെ വിജയത്തിന്റെ ഒന്നാമത്തെ സ്റ്റെപ്പ്. അത് നമുക്കറിയത്തില്ല എങ്കിൽ നമ്മുടെ ഒന്നാമത്തെ സ്റ്റെപ്പ് തന്നെ തകർന്നു പോയി മേലോട്ട് കയറാൻ ഒക്കത്തില്ല. മനസ്സിലായോ? ഒന്നാമത്തെ ചോദ്യം എന്താ? ഞാൻ ആരാണ്. രണ്ടാമത്തെ ചോദ്യം നമ്മൾ മറുപടി പറയണം. എന്തിനാ? ഞാൻ എവിടെ നിന്ന് വന്നു? ഞാന് എവിടെ നിന്ന് വന്നു? എവിടെ നിന്നാ വന്നേ? ഞാൻ എവിടെ നിന്ന് വന്നെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുമാതിരിപ്പെട്ടവർക്കൊന്നും അതിന്റെ വിവരം ഇല്ല. നമ്മൾ പറയുന്നത് എന്താണ്? ഞാൻ ഇന്ന വീട്ടിൽ ജനിച്ചു, അതേ നമുക്കറിയത്തുള്ളൂ. എന്നാൽ ഒരു ദൈവവൈദ്യനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ആൻസർ എന്താണ്? ഞാൻ എവിടെ നിന്ന് വന്നു? ഞാൻ ദൈവത്തിന്റെ ഉള്ളിൽ നിന്നും വന്നു. എന്താ? ഞാൻ ദൈവത്തിന്റെ അടുക്കൽ നിന്നാണ് വന്നത്.
അത് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച സൃഷ്ടിപ്പിന്റെ പ്രത്യേകത മനസ്സിലാകണം. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച സൃഷ്ടിപ്പിന്റെ പ്രത്യേകത എന്താണ്? ദൈവം ഒരുത്തനെ സൃഷ്ടിച്ചുള്ളൂ, ഒരു മനുഷ്യനെ സൃഷ്ടിച്ചുള്ളൂ. ആണോ? ദൈവം എത്ര പേരെ സൃഷ്ടിച്ചു? ഒന്ന് ഉറക്കെ പറ. ദൈവം ഒരുവനെ സൃഷ്ടിച്ചുള്ളൂ, ആദാം. മക്കളെ, കുഞ്ഞുങ്ങളെ, നിങ്ങൾ തെറ്റിയാലും വേണ്ടിയില്ല, ഉറക്കെ പറയുക. മനസ്സിലായല്ലോ? തെറ്റുന്നത് വിഷയമൊന്നുമല്ല. തെറ്റ് സംഭവിക്കും, തെറ്റണം, ഫെയിലിയർ ആകണം, തെറ്റുകൾ സംഭവിക്കണം. അതെന്തിനാണെന്നറിയാമോ? തെറ്റുകൾ നിങ്ങളെ വിജയത്തിലേക്ക് നയിക്കും, നിങ്ങളെ കാര്യങ്ങൾ പഠിപ്പിക്കും. അപ്പോൾ നിങ്ങൾ പറയുന്ന കാര്യം ശരിയാണോ ഇല്ലയോ എന്നുള്ളത് എനിക്കൊന്ന് മനസ്സിലാക്കാൻ കൂടിയാണ്. അല്ലെങ്കിൽ നിങ്ങൾ ശരിയാണെങ്കിൽ നിങ്ങൾക്ക് അപ്രീസിയേഷൻ ഉണ്ട്, അത് കാര്യങ്ങൾ പറയും. അതുകൊണ്ട് ദൈവം ആരെയാണ് സൃഷ്ടിച്ചത്? ഒരുവനെ സൃഷ്ടിച്ചുള്ളൂ. അവന്റെ പേരാണ് ആദാം. അറിയാമല്ലോ? ഈ ആദാമിലാണ് ദൈവം എന്ത് ചെയ്തത്? ദൈവം ജീവശ്വാസം ഊതി എല്ലാവരെയും അവനിലാക്കി, അല്ലേ? ദൈവം എന്ത് ചെയ്തു? ഒരുവനെ സൃഷ്ടിച്ചിട്ട് എല്ലാ സ്ത്രീ പുരുഷന്മാരെയും ആരിൽ ആക്കി? ഒരുവനിലാക്കി. എന്ന് വെച്ചാൽ ഒരുവനിൽ എല്ലാവരും, എല്ലാവരും ഒരുവനിൽ. ഇതായിരുന്നു തത്വം, ദൈവത്തിന്റെ സൃഷ്ടിപ്പിന്റെ തത്വം. ദൈവത്തിന്റെ സൃഷ്ടിപ്പിന്റെ രീതി എന്തായിരുന്നു? ഒരുവനിൽ എല്ലാവരും, എല്ലാവരും ഒരുവനിൽ. മനസ്സിലായല്ലോ? അത് ആണും പെണ്ണും എല്ലാം ഒരുവനിൽ. അപ്പോൾ ദൈവം സൃഷ്ടിച്ചപ്പോൾ ആണും പെണ്ണുമായി സൃഷ്ടിച്ചിട്ട് എവിടെ ആക്കി? ആരുടെ ഉള്ളിലാക്കി? ആദാമിന്റെ ഉള്ളിലാക്കി. ആ ആദാമിന്റെ ഉള്ളിലാക്കിയപ്പോൾ ഞാനും നിങ്ങളും ഉണ്ടായിരുന്നോ? ഇല്ല. ഞാനും നിങ്ങളും ഉണ്ടായിരുന്നു. ആരിലുണ്ടായിരുന്നു? ആദാമിലുണ്ടായിരുന്നു. ഒന്ന് നോക്കിയേ. ദൈവം സൃഷ്ടിച്ചപ്പോൾ എന്താണ്? ദൈവം സൃഷ്ടിച്ചിട്ട് എല്ലാവരെയും, ആദാം മുതൽ ഈ നിമിഷം വരെയും ഈ ലോകത്തിൽ ജനിച്ചും മരിച്ചിട്ടുള്ള സകല ആൾക്കാരും, ഇപ്പോൾ ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഏതാണ്ട് 850 കോടി ജനങ്ങളും, ഇനിയും ജനിക്കാൻ പോകുന്ന സകല മനുഷ്യരെയും ദൈവം ലോക സ്ഥാപനത്തിന് മുമ്പേ സൃഷ്ടിച്ചിട്ട് ആരുടെ ഉള്ളിലാക്കി? ആദാമിന്റെ ഉള്ളിലാക്കി. സകല സ്ത്രീ പുരുഷന്മാരെയും ആദാമിന്റെ ഉള്ളിലാക്കിയിട്ട് ആദാമിന്റെ ഉള്ളിലുള്ള ആള് വെളിയിൽ വരണം, ലോകത്തിലേക്ക് വരണം, സന്തതി പരമ്പരകൾ ഉണ്ടാകണം. അതിന് ദൈവം വേറൊരു മാർഗം കണ്ടുപിടിച്ചു. എന്താണ്? ദൈവം ആരെയാണോ ഉള്ളിലാക്കി വെച്ചിരുന്നത് അതിൽ നിന്നും ഒരു സ്ത്രീയെ വലിച്ചൂരിയെടുത്തു. എന്നിട്ടൊരു ഷേപ്പുകൾ ഉണ്ടാക്കി, ഒരു ഭാര്യയെ നൽകി. ആർക്ക് നൽകി? ആദാമിന് നൽകി. അങ്ങനെ അവരുടെ കുടുംബം, ആരുടെ ഉള്ളില മനുഷ്യരെ, ആദാമിന്റെ ഉള്ളിലുള്ള സകലമായ മനുഷ്യരെയും എന്ത് ചെയ്തു? വെളിയിലേക്ക് വരുത്തുവാൻ ഒരു ബന്ധം, ഒരു കുടുംബ ബന്ധം, ഔവ എന്ന ബന്ധം ഉണ്ടായി. അങ്ങനെ ആദാമിനും ഔവയ്ക്ക് മക്കളുണ്ടായി. ആ മക്കളുടെ പരമ്പരയായിട്ടാണ് നമ്മൾ ഈ ലോകത്തിൽ വന്നത്. ആണോ? നമ്മുടെ പിതാക്കന്മാരുടെ ആരാണ്? നമ്മുടെ പിതാക്കന്മാരുണ്ട്, അവരുടെ പിതാക്കന്മാരുണ്ട്, അവരുടെ പിതാക്കന്മാരുണ്ട്, അവരുടെ പിതാക്കന്മാരുണ്ട്. അങ്ങനെ പറഞ്ഞു പോയാൽ അവസാനം എവിടെ ചെന്നെത്തും? ആദാമിലുണ്ട്. അതാ ഞാൻ പറഞ്ഞത്, ആദാമിൽ നമ്മൾ ഈ കാണുന്ന ഷേപ്പിൽ അല്ലെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നാം വേറൊരു രൂപത്തിൽ എവിടെയായിരുന്നു? ആദാമിന്റെ ഉള്ളിലായിരുന്നു. അപ്പോൾ ഈ ആദാമിന്റെ ഉള്ളിൽ വന്നത് എവിടുന്നാ വന്നത്? ദൈവം ഊതി, അല്ലേ? ദൈവം ആത്മാവിനെ ഊതിക്കൊടുത്തു, ജീവൻ ഊതി. അങ്ങനെ മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു. അങ്ങനെയല്ലേ നമ്മൾ വായിക്കുന്നേ? ഈ ശരീരത്തിൽ, മണ്ണുകൊണ്ടുള്ള ഈ ശരീരത്തിൽ ദൈവം എന്ത് ചെയ്തു? ജീവശ്വാസം ഊതി. അങ്ങനെ മനുഷ്യൻ ജീവനുള്ള ദേഹിയായി മാറി. അവന്റെ ഉള്ളിലാണ് ദൈവം എല്ലാ മനുഷ്യരെ സൃഷ്ടിച്ചത്. ഒരു കാര്യം നിങ്ങൾ ഓർക്കണം, ദൈവം എല്ലാത്തിന്റെ ഒന്നേ സൃഷ്ടിച്ചിട്ടുള്ളൂ. രണ്ടാമത് മടങ്ങി ചെന്ന് ദൈവം ആ പണി ചെയ്തിട്ടില്ല. ദൈവം ഒരു മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളൂ, രണ്ടാമതൊരു മനുഷ്യനെ സൃഷ്ടിച്ചില്ല. ഹവ്വായെ സൃഷ്ടിച്ചത് ഉള്ളതിൽ നിന്ന് എടുത്തുണ്ടാക്കിയതാ.
അല്ലേ? മണ്ണിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് ഹവ്വായെ ഉണ്ടാക്കിയോ? ഇല്ല. എവിടെ നിന്നാണ് ഉണ്ടാക്കിയത്? ആദാമിന്റെ ഉള്ളിൽ നിന്ന് എടുത്താണ്. നമുക്കറിയാം ഭാര്യയിൽ ഊരി എടുത്തതൊക്കെ നമുക്ക് വായിക്കുന്നുണ്ടല്ലേ? അത് ഊരിയെടുത്ത് ദൈവം ഒരു ഷേപ്പ് ചെയ്തെന്നുള്ളത് ശരിയാ. ഈ ആദാമിനുള്ള എല്ലാ മനുഷ്യരെയും പുറത്തു കൊണ്ടുവരാൻ ഒരു ഷേപ്പുകൾ വേണ്ടുന്ന, സ്ത്രീക്ക് വേണ്ടുന്ന ഷേപ്പുകൾ. അവരുടെ പേരാണ് വുമൺ. വുമൺ എന്ന് പറഞ്ഞാൽ എന്താണ്? മാൻ ആൻഡ് വുമൺ, ഹ്യൂമസ് മാൻ. മണ്ണുകൊണ്ടുള്ള മനുഷ്യനിൽ ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്നതാണ് ഹ്യൂമൻ, ഹ്യൂമസ് മാൻ. ഹ്യൂമൻ എന്ന് പറഞ്ഞാൽ മണ്ണ്, മാൻ എന്ന് പറഞ്ഞാൽ സ്പിരിറ്റ്. അപ്പൊ മണ്ണുകൊണ്ടുള്ള പ്രതിമയിൽ ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്നതാണ് മനുഷ്യൻ. ആ മനുഷ്യനിൽ എന്ത് ചെയ്ത്? മനുഷ്യനിൽ നിന്ന് ഒരു വൂംഡ് മാൻ, ഒരു വുമൺ, ഒരു വുമനെ ദൈവം സൃഷ്ടിച്ചു, ഷേപ്പ് മാറ്റി. ആ മാൻ, അതൊരു മാനാണ്. ഒരു പ്രത്യേകത ഉണ്ടെന്ന് മാത്രമേ ഉണ്ടായിരുന്നു. ആ മാനിന് അല്ലെങ്കിൽ ആ മനുഷ്യന് ഒരു വൂമ്പ് ഉണ്ടായിരുന്നു, വെച്ചാൽ ഒരു ഗർഭപാത്രം ഉണ്ടായിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ പ്രത്യേകത. എന്തിനാണ്? ഈ മനുഷ്യന്റെ എല്ലാം പുറത്തുകൊണ്ട്. അപ്പൊ നമ്മള് ഒന്നാമത്തെ കാര്യം എന്ത് കണ്ടു? നമ്മളെന്താണ് കണ്ടത്? ഞാൻ ആരാണ്? ഞാൻ ദൈവത്തിന്റെ പൈതലാണ്. ഞാൻ എവിടെ നിന്ന് വന്നു? ഞാൻ ദൈവത്തിൽ നിന്ന് വന്നു. വേറെ ഒന്നുമല്ല നമ്മളുടെ അടിസ്ഥാനം. എന്നെ ദൈവം എന്താ നമ്മൾ വായിക്കുന്നത്? എന്താണ് നാം വേദപുസ്തകത്തിൽ വായിക്കുന്ന ഒരു കാര്യമുണ്ട്. നാം നമ്മുടെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ ദൈവം നമ്മളെ കണ്ടു. അപ്പോൾ എപ്പോഴാ? നമ്മളിതൊക്കെ പറയാറുണ്ട്, പ്രസംഗിക്കാറുണ്ട്, പക്ഷെ അർത്ഥം മനസ്സിലാക്കിയല്ല നമ്മൾ. എന്നെ കണ്ടത് ദൈവം എപ്പോഴാണ്? നമ്മുടെ അമ്മയുടെ ഉദരത്തിൽ നാം ഉരുവാകുന്നതിന് മുമ്പേ ദൈവം നമ്മളെ കണ്ടു. അതെന്ന് കണ്ടു? ലോക സ്ഥാപനത്തിന് മുമ്പേ കണ്ടു. അതാ വേദോസം പഠിപ്പിക്കുന്നത്, അല്ലേ? വേദോസം പഠിപ്പിക്കുന്നത് അതായത് ദൈവം നമ്മളെയാണ് ആദ്യം കണ്ടത്. നമ്മളെ ആദ്യം കണ്ടിട്ട് നമുക്ക് വസിക്കാൻ ഭൂമി ഉണ്ടാക്കി. അതായത് അർത്ഥം, അല്ലാതെ വേറൊന്നുമല്ല. അപ്പൊ ലോക സ്ഥാപനത്തിന് മുമ്പേ ദൈവത്തിൽ നിന്നും നമ്മൾ ജനിച്ചു. അപ്പോൾ നമ്മുടെ ജനനം എന്നാ ഉണ്ടായത്? നാം എന്നാ ജനിച്ചതെന്ന് അറിയാമോ? നമുക്കെല്ലാം ബർത്ത്ഡേ കഴിഞ്ഞ ഒരു 10 വർഷത്തിന് മുമ്പോ 20 വർഷത്തിന് മുമ്പോ ഒക്കെയാണ് നമ്മുടെ ബർത്ത്ഡേ നമ്മൾ ആഘോഷിക്കുന്നത്. അത് നമുക്കാ. ദൈവത്തിന് നമ്മുടെ ബർത്ത്ഡേ എന്നാ? നമ്മുടെ ബർത്ത്ഡേ ദൈവത്തിന് എന്നാ? മോളെ, നമ്മുടെ ബർത്ത്ഡേ ദൈവം നമ്മളെ സൃഷ്ടിച്ചത് എന്നാണ്? ദൈവത്തിന് മുമ്പാകെ നമ്മുടെ ബർത്ത്ഡേ 2017 അല്ലെങ്കിൽ 2015 ഓഗസ്റ്റ് മാസം 8-ാം തീയതി അതൊന്നും അല്ല. അതൊക്കെ നമ്മൾ ഈ ഭൂമിയിലേക്ക് പിറന്നു വീണത് നമ്മുടെ കണ്ണിലുള്ള ബർത്ത്ഡേയാ. എന്നാൽ ദൈവത്തിന് മുമ്പാകെ നമ്മുടെ ബർത്ത്ഡേ എന്നാണ്? ലോകസ്ഥാപനത്തിന് മുമ്പേ ദൈവം നമ്മളെ ജനിപ്പിച്ചു. നമുക്ക് ഈ ഷേപ്പ് അല്ലായിരുന്നത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ നമ്മളെ ആക്കി എവിടെയാക്കി? ആദാമിന്റെ ഉള്ളിലാക്കി. അപ്പൊ ഈ ഒരു വിവരം, ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ്, ഈ എന്താണ് ഒരു ഉറപ്പ് നമുക്കുണ്ടായിരിക്കണം. നമ്മളല്ലാതെ എന്റെ ഞാൻ എന്താ ബർത്ത്ഡേ ആഘോഷിക്കും. ദൈവത്തിന് നമുക്ക് ബർത്ത്ഡേ ഇല്ല. നമുക്കാണ് ബർത്ത്ഡേ. ദൈവത്തിന്റെ ബർത്ത്ഡേ ലോകസ്ഥാപനത്തിന് മുമ്പേ അവൻ നമ്മളെ കണ്ടതാണ്. ദൈവം എന്താ ചെയ്തത് അറിയാമോ? ദൈവം അവസാനിപ്പിച്ചിട്ട് ആരംഭിക്കുകയാണ്. ഞാനൊരു വാക്യം വായിച്ചു കേൾപ്പിക്കാം നിങ്ങളെ. യെശയ്യാ പ്രവചനം 46-ാം അധ്യായം. യെശയ്യാ പ്രവചനം 46-ാം അധ്യായത്തിന്റെ അതിന്റെ 9-ഉം 10-ഉം വാക്യങ്ങളൊന്ന് വായിച്ചേ. ഉറക്ക വായി, എല്ലാവരും കേക്കട്ടെ, എല്ലാവരും ഒന്ന് കേക്കട്ടെ, എല്ലാവരും നോക്കണം. അന്തത്തിലുള്ളവയ്ക്ക് മതി. ഞാൻ മലയാളത്തിൽ നിന്ന് വായിക്കാം. മലയാളത്തിൽ വായിക്കാൻ മനസ്സിലാവുമല്ലോ. നിങ്ങൾക്ക് അത് മനസ്സിലായല്ലോ? എന്താണ്? നോക്കിയേ, ഞാനല്ലാതെ വേറൊരു ദൈവമില്ല.
ഞാനല്ലാതെ വേറൊരു കടവുകൾ ഇല്ല. പിന്നെ ഞാൻ തന്നെ ദൈവം, ഞാൻ തന്നെ കടവുകൾ. എന്നിട്ട് പറയുന്നത് എന്താണ്? എന്നെ പോലെ ഒരുത്തനില്ല, ആരംഭത്തിങ്കൽ അവസാനിത്തും. അല്ലേ? ആരംഭത്തിങ്കൽ അവസാനവും പൂർവകാലത്ത് തന്നെ മേലാൽ സംഭവിപ്പാനുള്ളത് ഞാൻ പ്രസ്താവിക്കുന്നു. എന്റെ ആലോചന നിവർത്തിയാകും, ഞാൻ എന്റെ താല്പര്യമൊക്കെയും അനുഷ്ഠിക്കും. അതായത് ദൈവം എന്താ പറയുന്നതെന്ന് അറിയാമോ? ദൈവം പറയാണ്, ആരംഭത്തിൽ ഞാൻ അവസാനം കണ്ടു. മനസ്സിലായോ? അതായത് ദൈവം എന്താണ്? തുടങ്ങുന്നതിന് മുമ്പ് അവസാനം കണ്ടവനാ. നമുക്കാണ് തുടക്കമുള്ളത്, നമുക്ക് അവസാനം കാണാനൊക്കത്തില്ല, കണ്ടിട്ടില്ല. എന്നാ ദൈവം എന്താണ്? ദൈവം സകലത്തിന്റെയും അവസാനം കണ്ടതിന് ശേഷം നമ്മളെ സൃഷ്ടിച്ചു. അപ്പോൾ പ്രിയ മക്കൾ ഓർക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളെക്കുറിച്ചുള്ള നിങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം, നിങ്ങൾ എവിടെ ജനിക്കുമെന്നും നിങ്ങൾ എവിടെയാണ് വസിക്കുന്നതെന്നും നിങ്ങളുടെ വിദ്യാഭ്യാസം എന്താകുന്നു, നിങ്ങൾ എവിടെ ജോലി ചെയ്യുന്നു, നിങ്ങൾ ആരെ വിവാഹം കഴിക്കുമെന്നും നിങ്ങളുടെ മരണം എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ ദൈവം എന്നാ കണ്ടത്? ആദിയിലേ കണ്ടു. മനസ്സിലായോ? എന്നിട്ട് ഇതെല്ലാം ദൈവം അവസാനിപ്പിച്ചു. നിങ്ങളുടെ ജീവിതത്തിന്റെ, നിങ്ങൾ എത്ര കാലം ജനിച്ച് ജീവിച്ച് ഈ ലോകത്തിൽ കഴിഞ്ഞുകൂടുന്നോ അതെല്ലാം, ആ കാര്യങ്ങളെല്ലാം ദൈവം എന്ത് ചെയ്തു? കണ്ട് നിങ്ങൾക്ക് അവസാനവും തന്നിട്ട് എന്ത് ചെയ്തു? അത് കണ്ടു. ദൈവം അത് കണ്ടു, ആദ്യമേ കണ്ടു, ലോകസ്ഥാപനത്തിന് മുമ്പേ കണ്ടു. കണ്ടിട്ട് എന്ത് ചെയ്തു? നിങ്ങൾക്ക് ജീവിക്കാനുള്ള ഒരു അവകാശം തന്നു. അപ്പോൾ എന്താ സംഭവിച്ചേക്കുന്നത്? ഞാൻ ആരാണ്? പറഞ്ഞോളെ, ഇനി എന്ത് പറയണം? ഞാൻ ആരെങ്കിലും, നീ ആരാണെന്ന് ചോദിച്ചാൽ ആദ്യം പറയേണ്ട കാര്യം എന്തുവാ? ഞാൻ ദൈവമകളാണ്. രണ്ടാമത് പറഞ്ഞാൽ നീ ഇന്ന വീട്ടിലെയാണെന്നുള്ളത്. മനസ്സിലായോ? ആദ്യം ഞാൻ ആരാണ്? നീ എവിടുന്നാ വരുന്നത് ചോദിച്ചാൽ നമ്മുടെ ഉള്ളിൽ അതുണ്ടായിരിക്കണം. ഞാൻ ദൈവത്തിന്റെ അടുക്കൽ നിന്നും വന്നു. എന്റെ അപ്പനെയും അമ്മയും കാണുന്ന സമയത്ത് തന്നെ എന്നെയും കണ്ടു. എന്റെ വല്യപ്പനെ കാണുമ്പോഴും എന്നെ കണ്ടു. ആദാമിനെ കണ്ടപ്പോൾ എന്നെയും കണ്ടു. ആ ഒരു കാഴ്ചപ്പാട് നിങ്ങൾക്കുണ്ടാകണം. അപ്പൊ രണ്ട് ചോദ്യങ്ങൾ ഞാൻ പറഞ്ഞു. ഏതൊക്കെയാണ്? ഞാൻ ആരാണ്, ഞാൻ എവിടെ നിന്ന് വന്നു. മൂന്നാമത്തെ ചോദ്യം, വളരെ പ്രധാനപ്പെട്ട ചോദ്യം, ഞാൻ എന്തിനായി ഭൂമിയിൽ ജനിച്ചത്? ഞാൻ എന്തിനീ ഭൂമിയിൽ ജനിച്ചു? എന്തിനാ ജനിച്ചേ? ഓളെ എന്തിനാ ജനിച്ചത്? ആരെങ്കിലും ഒരു മറുപടി പറഞ്ഞേ. എന്തിനാ ജനിച്ചത്? പറ, എന്തിനാ ജനിച്ചത്? ഓൻ പറ, എന്തിനാ ഞാൻ ഈ ഭൂമിയിൽ ജനിച്ചത്? ദൈവത്തിന്റെ ഇഷ്ടം. ദൈവത്തിന്റെ ഇഷ്ടം, അതുകൊണ്ട് മാത്രമാണ് ജനിച്ചേ. അത് ദൈവത്തിന് നേരത്തെ അറിയാം. ദൈവത്തിന് അത് നേരത്തെ തീരുമാനിച്ച കാര്യമാണ് ഈ ലോകത്തിൽ ഞാൻ ജനിക്കും എന്നുള്ളത്. പക്ഷെ ഞാൻ എന്തിനാ ജനിച്ചത്? ദൈവത്തിന് വേണ്ടി. അതൊക്കെ നമ്മളുടെ കണ്ടുപിടുത്തമാണ്. പക്ഷെ അത് നമ്മൾ ചെയ്തു, കുഴപ്പമൊന്നുമില്ല. അതിനായിട്ടല്ല ദൈവം നമ്മളെ ഈ ലോകത്തിലേക്ക് ആക്കി വെച്ചേക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞോന്ന് എനിക്ക് സംശയമുണ്ട്. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും ദുഃഖകരമായിരിക്കുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു അറിവില്ലായ്മയാണ് അവന്. എന്താണ്? ഞാൻ എന്തിനാ ഈ ലോകത്തിൽ ജനിച്ചേക്കുന്നത്? അതുകൊണ്ടാണ് നിരാശ പലർക്കുള്ളത്. ഈ ഒരു അറിവില്ല, ഞാൻ എന്തിന് ലോകത്തിൽ ജനിച്ചിരിക്കുന്നു എന്ന് അറിവില്ലാത്തത് കൊണ്ടാണ് മനുഷ്യൻ നിരാശയിലേക്ക് പോകുന്നതും അവസാനം അവൻ ആത്മഹത്യയിലേക്ക് പോകുന്നതും. മനസ്സിലാവുന്നുണ്ടോ? എനിക്ക് യാതൊരു പ്രതീക്ഷയുമില്ല. ഞാൻ എന്തിനാണ് ഈ ലോകത്തിൽ ജീവിക്കുന്നതെന്നുള്ള ഒരു പ്രതീക്ഷ എനിക്കില്ല. അത് അവൻ അറിയത്തില്ല എന്തിനാ ജീവിക്കുന്നെന്നുള്ളത്. ആ അറിവില്ലാതെ കൊണ്ട് എന്ത് സംഭവിക്കുന്നു? അവന്റെ ജീവിതം എല്ലാം പരാജയമാവുന്ന നിലയിലേക്ക് അവൻ എത്തിച്ചേരുന്ന ഒരു സ്വഭാവം ഉണ്ടാകുന്നു. അവസാനം അവൻ തീരുമാനിക്കുകയാണ്, മതി, എനിക്കിനി എന്ത് വേണ്ട, എനിക്കിനി ജീവിക്കണ്ട എന്നുള്ള ഒരു കാഴ്ചപ്പാടോടുകൂടി അവൻ അവന്റെ ജീവിതത്തെ അവസാനിപ്പിക്കുകയും ചെയ്തത്. എന്നാൽ ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്? ഞാൻ എന്തിനാണ് ഈ ലോകത്തിൽ ജനിച്ചിരിക്കുന്നത്? അതിന് വ്യക്തമായിരിക്കുന്ന ഒരു മറുപടി പറയണം.
ഞാൻ എന്തിനാണ്? കുറെ ചാപ്പാടടിച്ച് ജീവിക്കാനോ, കുറച്ച് കഷ്ടപ്പെട്ട് പിള്ളേരെയൊക്കെ വളർത്താനോ, വളരെ ബുദ്ധിമുട്ടി ഇങ്ങനെയൊക്കെ കഴിഞ്ഞുകൂടാനോ? ഇതൊക്കെ എൻ്റെ ജീവിതത്തിലെ എനിക്ക് വിധിച്ചിരിക്കുന്ന കാര്യമാണ്, ഇതൊക്കെ അനുഭവിച്ച് ഞാൻ ജീവിക്കുക, ഇത് പറയാനെ കൊണ്ടാണോ? അല്ല. പക്ഷെ നമ്മൾ അങ്ങനെ ആയിപ്പോയി. അതിന് കാരണം നമുക്കറിയത്തില്ല ഞാൻ എന്തിനാ ജനിച്ചതെന്നുള്ളത്. ഞാൻ ഈ ഭൂമിയിൽ ജനിച്ച് ജീവിക്കുന്നത് എന്തിനാണെന്നുള്ള അറിവ് നമുക്കില്ലാതെ പോയി. അത് പറഞ്ഞു തരാൻ ആരുമില്ല. അത് മനസ്സിലാക്കി തരാനെ കൊണ്ട് നമ്മുടെ മാതാപിതാക്കൾക്ക് കഴിവില്ല. കാരണം അവർക്ക് വിദ്യാഭ്യാസമില്ലായിരുന്നു. നമ്മുടെ അധ്യാപകർക്ക് കഴിയുന്നില്ല. അതുകൊണ്ട് നമ്മളങ്ങനെ ആയിപ്പോയി. ഞാൻ എന്തിന് ഈ ലോകത്തിൽ ജനിച്ചു? ഇത് അല്പം കൂടി മനസ്സിലാക്കാൻ വേണ്ടി അടുത്ത ചോദ്യം കൂടി ഞാൻ പറയുകയാണ്. ആ രണ്ട് കാര്യം കൂടി ചേർത്ത് പഠിക്കുമ്പോൾ ഞാൻ എന്തിന് ഈ ലോകത്തിൽ ജനിച്ചു എന്നുള്ള കാര്യം മനസ്സിലാകും. നാലാമത്തെ ചോദ്യം, എനിക്ക് എന്ത് ചെയ്യുവാൻ കഴിയും? എനിക്ക് എന്ത് ചെയ്യുവാൻ കഴിയും? ആ ചോദ്യത്തിന് മറുപടി പറ. എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നൊരു ചോദ്യം നിങ്ങൾ ആരെങ്കിലും നിങ്ങളോട് ചോദിച്ചിട്ടുണ്ടോ? നിങ്ങളോട് തന്നെ നിങ്ങൾ ചോദിച്ചിട്ടുണ്ടോ? എന്തേ എനിക്ക് ഈ ഭൂമിയിൽ എന്ത് നേടാൻ കഴിയും? എനിക്ക് ഈ ഭൂമിയിൽ എന്ത് നേടിയെടുക്കാൻ കഴിയും? എനിക്ക് എന്ത് ചെയ്തെടുക്കുവാൻ കഴിയും എന്നുവെച്ചാൽ എന്റെ പൊട്ടൻഷ്യാലിറ്റി എന്ന് ഇംഗ്ലീഷ് പറയും. എന്നുവെച്ചാൽ എന്റെ ജീവിതത്തിന്റെ സാധ്യത എന്തൊക്കെയാണ്, എനിക്ക് എന്ത് ചെയ്തെടുക്കുവാൻ കഴിയും എന്നുള്ളൊരു കാര്യം. അതിനായിട്ടാണ് നിങ്ങൾ ഈ ഭൂമിയിൽ ജനിച്ചത്. ഇപ്പൊ മനസ്സിലായോ? നിങ്ങൾ ഈ ഭൂമിയിൽ ജനിച്ചത് നിങ്ങൾക്ക് എന്ത് ചെയ്തെടുക്കുവാൻ കഴിയും എന്നുള്ള കാര്യത്തിന് മറുപടി പറയാനൊക്കെ വേണ്ടിയാ. എന്താ നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ കഴിയുന്നത്? നിങ്ങൾക്ക് എന്ത് ചെയ്തെടുക്കാൻ കഴിയും? നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ കഴിയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ദൈവം നിങ്ങളെ ഇങ്ങോട്ട് വിട്ടേക്കുന്നത്. വല്ല അറിവുണ്ടോ? അതെ, ദൈവം നിങ്ങളെ സൃഷ്ടിച്ചപ്പോൾ ആദാമിൽ ആക്കി വെച്ചതിന് ശേഷം ദൈവം പറഞ്ഞൊരു കാര്യമുണ്ട്. എന്റെ സകലതും അടക്കി വാഴാൻ പറഞ്ഞു. ആരോടാ പറഞ്ഞത്? ആദാമിനോട് പറഞ്ഞല്ലേ? ഉൽപ്പത്തി പുസ്തകം വായിക്കുന്നുണ്ട്, സകലതും നീ അടക്കി വാഴണം എന്ന് പറഞ്ഞാൽ ആദാമിനോട് പറഞ്ഞത് ആരോട് പറഞ്ഞതാ? ഞാനും ആദാമിലുണ്ട്, എന്നോടുകൂടെ പറഞ്ഞ കാര്യമാ. ഇത് നമ്മൾ തിരിച്ചാൽ ആദാമിനോട് പറഞ്ഞ എനിക്ക് പറഞ്ഞ എന്നോട് പറഞ്ഞൊന്നുമല്ല. ഞാൻ ഈ ലോകത്ത് ഇപ്പൊ ജനിച്ചു, എനിക്കാവുന്നൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു. അവിടെയാണ് നമ്മൾ തോറ്റുപോയത്. അവിടെയാണ് നമ്മളെ പരാജയപ്പെട്ടു പോയത്. ഞാൻ എവിടെ നിന്ന് വന്നു? ഞാൻ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്നു. ഞാൻ എന്തിനാണ് ഈ ലോകത്തിൽ ജനിച്ചത്? ഞാൻ എന്തിന് ഈ ലോകത്തിൽ ജനിച്ചു? എന്നെ കൊണ്ട് ദൈവം ഉദ്ദേശിക്കുന്ന കാര്യം നടപ്പിൽ വരുത്തുവാൻ, എന്റെ ഉള്ളിൽ ദൈവം താക്കി വെച്ചിരിക്കുന്ന കാര്യത്തെ പുറത്തെടുക്കുവാനാണ് ഞാൻ ഈ ഭൂമിയിൽ വന്നത്. അപ്പോൾ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ഈ എല്ലാ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉന്നതമായ ഉന്നതങ്ങളിലേക്ക് എത്തിച്ചേരുവാൻ, പണം സമ്പാദിക്കുന്നുള്ള കാര്യമൊന്നും അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അതൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് വന്നോളും. നമ്മളുടെ ജീവിതത്തിലുള്ള കഴിവുകളെയും നമ്മുടെ ജീവിതത്തിൽ വളരുവാനുള്ള കാര്യങ്ങളെല്ലാം നാം എന്ത് ചെയ്തേക്കുകയാണ്? അത് പുറത്തെടുക്കാതെ ദൈവം എന്താണോ ഉള്ളിലാക്കി വെച്ച കാര്യം അത് ഉള്ളിൽ തന്നെ വെച്ചുകൊണ്ട് നാം 60, 70, 80, 90, 100 വർഷക്കാലം ജീവിച്ച് യാതൊരു പ്രയോജനം ഈ ലോകത്തിലില്ലാതെ നാം ഈ ലോകത്ത് മാറ്റപ്പെടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അല്ല ദൈവം ആഗ്രഹിച്ചേക്കുന്നത്. ദൈവം ആരെയും, നിങ്ങൾ സത്യത്തിൽ ദൈവത്തെ വിശ്വസിക്കും. ദൈവം ഒരു മനുഷ്യനെ പോലും ഈ ലോകത്തിലേക്ക് അയച്ചപ്പോൾ അവൻ കഴിവുകളെ നൽകാതെ വിട്ടിട്ടില്ല. നമുക്കെന്ത് പറ്റി? നമ്മളുടെ സ്കൂൾ സിസ്റ്റം, നമ്മളെ പഠിപ്പിച്ച അധ്യാപകര്, നമ്മുടെ ചുറ്റുപാടുമെല്ലാം നമ്മുടെ കഴിവുകളെ ഇല്ലാതാക്കി കളഞ്ഞു. സ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളോട് ഞാനൊരു കാര്യം പറഞ്ഞുകൊള്ളാം, ഒരൊറ്റ അധ്യാപകരെ വിശ്വസിച്ചു പോകരുത്. ഒറ്റ അധ്യാപകരെ വിശ്വസിച്ചു പോകരുത്.
എന്നോട് പറഞ്ഞിട്ടുണ്ട് ഒരിക്കൽ. എന്നോട് നിങ്ങളിപ്പം മോള് 98 മാർക്ക് വാങ്ങിക്കാമെങ്കിൽ, നിങ്ങൾ 98 മാർക്ക് വാങ്ങിക്കാമെങ്കിൽ എന്ത് പറയും? ഗുഡ് 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 ഗുഡ്, കൈയടിച്ച് പാസ്സാക്കും. നിങ്ങൾക്കത് 70 60 ഒക്കെ ആണ്. നീ എന്താ പറയാ? പോരാ പോരാ പോരാ, ഇന്ന് പോരാ, നല്ലപോലെ പഠിക്കണം അല്ലേ? നല്ലപോലെ പഠിക്കണം, കഷ്ടപ്പെടണം. നിങ്ങൾക്ക് 40 മാർക്കാണെങ്കിൽ എന്ത് പറയും? നീ എന്തിനാണ് അങ്ങോട്ട് വരുന്നതെന്ന് ചോദിക്കും അല്ലേ? നീ എന്തിനാ അങ്ങോട്ട് സ്കൂളിൽ വരുന്നത്? പെൺപിള്ളേരോടാന്ന് പറയും. പോയി ചാണാൻ വരടി, ചട്ടിക്കല പഴക്കാൻ പറയും. എന്നോട് പോയി പറഞ്ഞിട്ടുണ്ട്, നീ പോയി ചാണാൻ വരാൻ പറഞ്ഞിട്ടുണ്ട് എന്നോട്. അതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങളുടെ കഴിവുകളെ അളക്കാൻ ലോകത്തിൽ ഒരു അധ്യാപകന് അവകാശമില്ല. നിങ്ങളുടെ കഴിവിനെ അളക്കുന്നത് ദൈവം തമ്പുരാനാണ്. അപ്പൊ നിങ്ങൾ ഒരു വിഷയത്തിൽ തോറ്റെന്ന് വിചാരിച്ചേ എന്ത് സംഭവിക്കരുതെന്ന് അറിയാമോ? ആ അധ്യാപകൻ ഇനി ഉച്ചുകുത്തി നിങ്ങൾക്കെതിരെ പറഞ്ഞാലും മൈൻഡ് ചെയ്യരുത്. ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളോട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്. മോനെ, നീ പരീക്ഷയ്ക്ക് തോറ്റിട്ട് വന്നാൽ അന്ന് ഞാൻ ഐസ്ക്രീം വാങ്ങിച്ചു തരുമെന്ന് പറഞ്ഞു. നീ പരീക്ഷയ്ക്ക് തോറ്റിട്ട് വന്നാൽ വന്ന് ഡാഡി ഞാൻ തോറ്റുപോയി എന്ന് പറയാം. നമ്മൾ രണ്ടുപേരുടെ മാർക്കറ്റിൽ പോവുക, നിനക്ക് വേണ്ടുന്നതൊക്കെ ഞാൻ വാങ്ങിച്ചു തരും. കാരണം എനിക്കറിയാം, എന്റെ കുഞ്ഞിന്റെ കഴിവിനെ അളക്കാനെ കൊണ്ട് ഇവിടുത്തെ ഒരു സ്കൂളിനും ഒരു അധ്യാപകർക്കും അവകാശമില്ല. ദൈവം തമ്പുരാൻ എനിക്കൊരു മകനെ തന്നിട്ടുണ്ടെങ്കിൽ ആ മകന്റെ ജീവിതത്തിൽ എല്ലാ കഴിവുകളും ദൈവം ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. എനിക്ക് അന്നേ അറിയാം, ആദ്യം കുഞ്ഞുങ്ങൾ പുറത്തെടുക്കുന്നുണ്ട്. ഇന്നാതെ എന്റെ കുഞ്ഞുങ്ങൾ പുറത്തെടുത്തോണ്ടിരിക്കുക. ഞാൻ പ്രീ ഡിഗ്രി തോറ്റവനാ, അന്നത്തെ കാലത്തെ പ്രീ ഡിഗ്രി. ഞാൻ പ്രീ ഡിഗ്രി തോറ്റവനാ, എന്റെ ക്വാളിഫിക്കേഷൻ അത്രേ ഉള്ളൂ. പക്ഷേ പ്രീ ഡിഗ്രി ഞാൻ തോറ്റ, ഞാൻ ഇവിടുത്തെ ഒരു IAS കാരൻ അറിയാവുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ എനിക്കറിയാം. അപ്പോൾ ആരാ നമ്മുടെ കഴിവിനെ അളക്കുന്നത്? അതുകൊണ്ട് കുഞ്ഞുങ്ങളെ, ഏതെങ്കിലും വിഷയത്തിൽ തോറ്റാൽ എനിക്ക് ദുഃഖം തോന്നുന്ന ഒരു കാര്യമുണ്ട്. പലപ്പോഴും കുഞ്ഞുങ്ങൾ സ്കൂളിൽ ചെന്നിട്ട് എന്തെങ്കിലും ഒരു വിഷയത്തിൽ തോറ്റാൽ അവർ വന്ന് ചത്തുകളെന്ന് പിള്ളേരുണ്ട്. തോറ്റുപോയി, അവർക്ക് സഹിക്കാൻ വയ്യ, മാർക്ക് കുറഞ്ഞു പോയി, സഹിക്കാൻ വയ്യ. പാടില്ല, നിങ്ങൾ ഒരിക്കലും അത് ചെയ്യരുത്. കാരണം നിങ്ങളെ 100-ൽ അളക്കാനെ കൊണ്ട് ഒരുത്തനെ അനുവദിച്ചിട്ടില്ല ദൈവം. ഉണ്ടോ? നിങ്ങളുടെ കഴിവിനെ 100-ൽ വെച്ച് അളക്കാനെ കൊണ്ട് ഏത് സ്കൂൾ സിസ്റ്റമാണ്, ഒരു മെക്കാനിസവും ഇന്ന് ലോകത്തിലില്ല. നിങ്ങളുടെ കഴിവ് അളക്കേണ്ടത് ആരാണെന്ന് അറിയാമോ? ദൈവം. അല്ലാതെ അധ്യാപകർക്ക് വിട്ടുകൊടുത്തേക്കല്ലേ. അധ്യാപകർക്ക് വിട്ടുകൊടുക്കുമ്പോഴാണ് നിങ്ങൾക്ക് ദുഃഖം ഉണ്ടാകുന്നത്. നിങ്ങളുടെ ജീവിതത്തെ മറ്റു സ്റ്റുഡൻസുമായിട്ട്, നിങ്ങളുടെ കൂട്ടുകാരികളുമായിട്ട് നിങ്ങൾ കമ്പയർ ചെയ്യും, നിങ്ങളുടെ ജീവിതം തകർന്നു പോകും. അവിടെയല്ല നിങ്ങൾക്ക് വേണ്ടുന്നത്. എന്താ വേണ്ടുന്നത്? നിങ്ങളെ അളക്കാനെ കൊണ്ട് ദൈവത്തിന് മാത്രമേ കഴിയൂ. നിങ്ങളുടെ പൊട്ടൻഷ്യാലിന് ദൈവം തന്നങ്ങോട്ട് വിട്ടേക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? അത് വളരെ വിലപ്പെട്ട കാര്യമാണ്. ഞാൻ നിങ്ങളൊക്കെ ഒരു ഉദാഹരണം തരുക. ദൈവം വെറുതെ ആരെയും ഇങ്ങോട്ട് വിട്ടത്തില്ല. ദൈവം എല്ലാ കഴിവും നൽകിയാണ് ഒരു മനുഷ്യനെ ഇങ്ങോട്ട് വിട്ടേക്കുന്നത്. നിങ്ങൾക്കറിയാമോ, ഇതെന്തോന്നറിയാമോളെ? ഇതൊരു അരിയ അല്ലേ? ഇതൊരു ഓറഞ്ചിന്റെ ഒരു കാണാൻ ഉണ്ടല്ലോ, കണ്ടോ? ഒരു ഓറഞ്ചിന്റെ അരിയ, ഒരു ഓറഞ്ചിന്റെ അരിയ. എല്ലാവരും കണ്ടല്ലോ എന്തുമാത്രം വലിപ്പമുണ്ട്. പിടിക്കാൻ പോലും ഇല്ല. എന്റെ ചോദ്യം, ഈ അരിയിൽ എത്ര മരമുണ്ട്? ഈ അരിയിൽ എത്ര മരമുണ്ട് മോനെ? എത്ര മരം? ഒരു മരം. ഇതിൽ എത്ര മരം ഉണ്ടെന്ന് പറഞ്ഞേ? 3 മരം ഉണ്ടോ ഇതിനകത്ത്? ഒന്ന്. എല്ലാവരും പറഞ്ഞു. ഒന്നെന്ന് പറഞ്ഞാൽ എല്ലാവരും കൈ നോക്കിയേ. ഒന്നെന്ന് പറഞ്ഞാൽ എല്ലാവരും കൈ നോക്കിയേ. നല്ലപോലെ ഒക്കെ. അപ്പൊ എല്ലാവരും പറയുന്നത് ഒന്നെന്നാണ്. ഓക്കെ, ഇനി താത്തിട്ടെ ഒന്നുകൂടെ ഒന്ന് ആലോചിച്ചിട്ട് ചോദിച്ചു പറഞ്ഞേ എത്ര മരം ഉണ്ടെന്ന്. 2 എണ്ണം ഉണ്ട്. 2 എണ്ണേ ഉള്ളൂ. ഒന്നുകൂടെ ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞേ. രണ്ടായിട്ട് പോകും. ഒന്നിൻ്റെ അത് രണ്ടായിട്ട് പോകും.
ഈ അരിക്കകത്ത് എത്ര മരമുണ്ട്? ഇപ്പൊ മനസ്സിലായോ? അതായത് ഇതിനകത്ത് മരത്തിന്റെ എണ്ണം പറയാനോ കൊണ്ടൊക്കത്തില്ല. കാരണം ഒരു മരം ഉണ്ടാവും എന്നുള്ളത് തീർച്ചയാ. ആണോ? ആ മരത്തിൽ എന്തുണ്ടാവും? അതിന്റെ കായ ഉണ്ടാവും. ആ കായ്ക്കകത്ത് എല്ലാം എന്തുണ്ട്? അരിയുണ്ട്. ആ അരിയിലെല്ലാം എന്തുണ്ട്? മരമുണ്ട്. ആ മരത്തിലെല്ലാം എന്തുണ്ട്? കായുണ്ട്. ആ കായിലെല്ലാം എന്തുണ്ട്? മരമുണ്ട്. ആ മരത്തിലെല്ലാം എന്തുണ്ട്? അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഈ ഒരു അരിയും തന്നെ ഇടുക്കിയിൽ ഒരു 500 ഏക്കർ സ്ഥലവും തന്നാൽ ഒരു 50 കൊല്ലം കൊണ്ട് നിങ്ങൾക്ക് എന്താ ചെയ്യാൻ ഒക്കും? ഈ 500 ഏക്കറും 50 കൊല്ലത്തിനുള്ളിൽ ഓറഞ്ചിന്റെ ഒരു വലിയ വനം ഉണ്ടാക്കാനൊക്കെ നോക്കും. ഒക്കുവോ? ഇതാ ദൈവത്തിന്റെ സൃഷ്ടിപ്പിന്റെ മഹത്വം. ദൈവം ഒരു മരമുണ്ടാക്കിയപ്പോൾ അത്രമാത്രം വലിയ ശക്തി, കഴിവ് ഈ ഒരു ചെറിയ വിത്തിൽ ഉൾക്കൊള്ളിക്കാൻ കൊണ്ട് ദൈവത്തിന് കഴിയുമെങ്കിൽ തന്റെ ഉള്ളിൽ നിന്നും ജീവശ്വാസമായി വന്ന നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ എന്തുമാത്രം ശക്തിയും എന്തുമാത്രം പൊട്ടൻഷ്യാലിറ്റി ശക്തി ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമോ? പക്ഷേ നമുക്കറിവില്ലാതെ പോയി. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ആയിപ്പോയത്. എനിക്കിത് പറഞ്ഞു തരാൻ ആരുമില്ലായിരുന്നു. എന്റെ ഒരു പ്രായത്തിൽ വരെ എനിക്കിത് പറഞ്ഞു തരാൻ ആരും, ഞാൻ പഠിച്ച ഹൈസ്കൂളുകാർ എന്നെ അത് പഠിപ്പിച്ചിട്ടില്ല. ഡിഗ്രി എടുക്കാൻ പോയ കോളേജുകാർ എന്നെ പഠിപ്പിച്ചിട്ടില്ല. എന്റെ പാസ്റ്ററിനെ പഠിപ്പിച്ചിട്ടില്ല. കാരണം അവർക്കാർക്കും ഇതൊന്നും അറിയത്തില്ല. അങ്ങനെ എന്റെ ഒരുമാതിരിപ്പെട്ട നല്ല കാലമെല്ലാം നിങ്ങളെപ്പോലെ ഞാനും കഴിഞ്ഞുകൂടിപ്പോയി. എന്നാൽ എന്ന് ഞാൻ ഈ ഒരു കാര്യം മനസ്സിലാക്കിയെടുത്തോ, എന്ന് ഞാൻ ഈ ഒരു സത്യം മനസ്സിലാക്കിയോ, അന്ന് എന്റെ ജീവിതം മാറി പറഞ്ഞു. ഇന്ന് എനിക്കൊരു 10-20 വയസ്സുള്ളപ്പോൾ ഇത് അറിഞ്ഞിരുന്നെങ്കിൽ എന്നെ പിടിച്ചാൽ കിട്ടത്തില്ലായിരുന്നു. പക്ഷെ ഞാൻ അറിഞ്ഞപ്പോഴത്തേനും ഒത്തിരി പ്രായമൊക്കെ ആയിപ്പോയി. എങ്കിലും ഞാൻ പിടിച്ചു. ഒരുമാതിരി പ്രായമായി വന്നെങ്കിലും ഞാൻ പിടിച്ചു, മനസ്സിലാക്കിയെടുത്തു. കാരണം എൻ്റെ ഉള്ളിലുള്ള ആ അദ്ഭുതമായിരിക്കുന്ന ശക്തി, സകലതും ചെയ്തെടുക്കുവാൻ കഴിയുന്ന ദൈവത്തിന്റെ അപാരമായിരിക്കുന്ന ശക്തി, അതാണ് നമ്മൾ എഫേസ്യരിൽ വായിക്കുന്നത്. സകലവും നിറവേറ്റുവതക്കോണം കഴിയുന്ന ദൈവത്തിന്റെ അമിതമായിരിക്കുന്ന ശക്തിയാൽ നിങ്ങൾ നിറച്ചിരിക്കുകയാണ്. ഇത് മനസ്സിലാകാതെ പോയിട്ട് നാം എന്ത് ചെയ്തു? വല്ലോർക്കും അടിമകളായിട്ട് മാറി. വല്ലോർക്കും അടിമകളായിട്ട് മാറി. അവിടെയാണ് നമുക്ക് പോരായ്മ ഉണ്ടായത്. നമ്മുടെ ജീവിതത്തിൽ ആ ഒരു കാര്യം നാം ഓർക്കേണ്ട ആവശ്യമായ കാര്യമാണ്. ദൈവം വെറുതെ നിങ്ങളെ ഇങ്ങനെ വിട്ടതല്ല. ദൈവം എന്തെങ്കിലും കാര്യം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ചെയ്തു തീർക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, അത് ചെയ്തു തീർക്കുവാനുള്ള കഴിവ് തരാതെ ദൈവം ഇങ്ങോട്ട് വിട്ടിട്ടില്ല. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? നിങ്ങളെക്കുറിച്ച് ദൈവത്തിന് എന്തെങ്കിലും ഒരു ഉദ്ദേശമുണ്ടെങ്കിൽ, ഉദ്ദേശമുണ്ട്, ആ ഉദ്ദേശം കണ്ടുപിടിക്കുക. അത് നടപ്പിൽ വരുത്തുവാൻ തക്കോണം ആവശ്യമായ ദൈവകൃപ ദൈവം നിങ്ങൾക്ക് തന്നിരിക്കും. തരാതെ ഇങ്ങോട്ട് വിട്ടിട്ടില്ല. വേറൊരു വാക്കിൽ പറഞ്ഞാൽ, നീ എന്ത് ചെയ്യണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുവോ അത് ചെയ്തെടുക്കുവാൻ ദൈവം പ്രാപ്തനാണ്. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? നീ ആരായിത്തീരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുവോ അതിലേക്ക് എത്തിച്ചേരുവാനെ കൊണ്ട് ദൈവത്തിന് കഴിയും. നാം ആരായിത്തീരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുവോ അതിലേക്ക് എത്തിച്ചേർക്കുവാൻ ദൈവം പ്രാപ്തനാണ്. അതാണ് നമ്മുടെ ജീവിതത്തിന്റെ പൊട്ടൻഷ്യാലിറ്റി. ദൈവം എല്ലാ കാര്യങ്ങളും എന്താണ് അതിനകത്ത് ഉൾക്കൊള്ളിച്ചുകൊണ്ട് വിട്ടേക്കുന്നത്. ഇപ്പൊ ഞാൻ ഒരു മരത്തിന്റെ കാര്യം പറഞ്ഞല്ലേ, ഇതുപോൽക്കായ എല്ലാ മരങ്ങളും മനസ്സിലായല്ലോ. എല്ലാ ചെടികളും മരങ്ങളും ആ തത്വത്തിലാണ് ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. നിങ്ങൾ നോക്കിയേ, ഒരു പക്ഷിയെ എടുത്ത ഒരു പക്ഷി, കിളി. ഈ കിളി ജനിക്കുമ്പോൾ തന്നെ ദൈവം അതിന് കൊടുത്ത ഒരു പൊട്ടൻഷ്യാലിറ്റി ഉണ്ട്, ഒരു കഴിവുണ്ട്. എന്താണ് ആ കഴിവ്? എന്താണ്? പറക്കുവാനുള്ള കഴിവ്. ആണോ? ഒരു കടലിലെ മീന്
മുട്ട വിരിയുമ്പോൾ തന്നെ അതാ വെള്ളത്തിൽ നീന്താനുള്ള കഴിവ് ആർക്കുണ്ട്? മീനുണ്ട്. ഉണ്ടോ? അതോ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഏതെങ്കിലും ഒരു പക്ഷി പറക്കുന്നത് പഠിക്കാൻ ഏതെങ്കിലും സ്കൂളിൽ പോകുന്നത് കണ്ടിട്ടുണ്ടോ? ഏതെങ്കിലും ഫ്ലൈ സ്കൂളിൽ ചെന്നിട്ട് എനിക്ക് എന്ത് ചെയ്യണം, എനിക്ക് പറക്കുന്നത് എങ്ങനെയാണെന്ന് പഠിക്കണം, എന്നെ പഠിപ്പിക്കണമെന്ന് പറഞ്ഞ് അവിടെ കുറെ ക്ലാസ്സുകൾ എടുത്ത്, ഏത് ക്ലാസ്സാ? പറക്കുന്നത് എങ്ങനെയാണെന്ന് പഠിക്കുന്ന ആ കാര്യങ്ങളൊക്കെ പഠിച്ചതിന് ശേഷം വന്ന് പറക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ടോ? ഇല്ല. ഏതെങ്കിലും ഒരു മീൻ ഏതെങ്കിലും സ്വിമ്മിംഗ് പൂളിൽ പോയിട്ട് നീന്തൽ പഠിച്ചിട്ട് കടലിൽ പോകുന്നുണ്ടോ നീന്താൻ? ഉണ്ടോ? ഏതെങ്കിലും മീൻ നീന്തൽ പഠിച്ചിട്ട് കടലിൽ പോകുന്നുണ്ടോ? ഇല്ല. കാരണം നീന്താനുള്ള കഴിവ്, പറക്കുവാനുള്ള കഴിവ് ദൈവം ആരിൽ ഉൾക്കൊള്ളിച്ചു? ആ ജീവികളിൽ ഉൾക്കൊള്ളിച്ചു. ഇത് ദൈവത്തിന്റെ സൃഷ്ടിപ്പിന്റെ പ്രത്യേകതയാണ്. അങ്ങനെയെങ്കിൽ അവന്റെ കുഞ്ഞുങ്ങളാകുന്ന അവന്റെ ഉള്ളിൽ നിന്നും സർവശക്തനായിരിക്കുന്ന ദൈവത്തിന്റെ ഉള്ളിൽ നിന്നും ഞാനല്ലാതെ വേറൊരു ദൈവമില്ല, ഞാൻ സർവശക്തൻ. അബ്രഹാമിനോട് പറയാൻ എന്തുവാ? ഞാൻ സർവശക്തൻ, എന്റെ ശക്തിയുടെ അത്ര ആർക്കുമില്ല. സൂര്യനെ ഉണ്ടാക്കാൻ കഴിയുന്ന ദൈവം, നക്ഷത്രങ്ങളെയും ചന്ദ്രനെയും ഉണ്ടാക്കാൻ കഴിയുന്ന ദൈവം, കോടാനുകോടി ഗോളങ്ങളെ, ഈ ഭൂമിയൊക്കെ വലിയ ഗോളങ്ങളെ ഉണ്ടാക്കുവാൻ കഴിയുന്ന ദൈവം, ഇതെല്ലാം അതിൻ്റെതായ നിലയിൽ ചലിപ്പാത്ത കോണം എല്ലാത്തിനെയും നിയന്ത്രിക്കാൻ കഴിയുന്ന ദൈവം, ഭൂമിയെ തന്റെ ഉള്ള കൈയാൽ വഹിക്കാൻ കഴിയുന്ന സർവശക്തനായിരിക്കും ദൈവം, സർവജ്ഞാനിയായിരിക്കും ദൈവം. അവൻ മാജിക്ക് കാണിച്ചല്ല ഇങ്ങോട്ട് നമ്മളെ വിട്ടത്, മറിച്ച് അവന്റെ ഉള്ളിൽ നിന്നാണ് ഇങ്ങോട്ട് പുറത്തു വിട്ടത്. ഇതാ മനുഷ്യൻ. അതറിയാതെ പോയത് കൊണ്ട് നമ്മുടെ ചുറ്റുപാടുമുള്ള എല്ലാവരും നമ്മളെ ഇല്ലാതാക്കി കിടന്നു. ഇത് നമുക്കറിഞ്ഞിട്ടില്ല. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി എടുക്കണം. ഒരു പക്ഷേ നാളെ നിങ്ങൾക്ക് ഇത് കിട്ടുകയില്ല. ഇന്ന് ഇവിടെ വന്ന പലർക്കും അത് കിട്ടിയിട്ടില്ല. ഈ ഒരു കാര്യം നാളെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ആരും കാണുകയുമില്ല. ഒരു പക്ഷേ ആദ്യവും അവസാനവുമായിരിക്കും നിങ്ങൾ ഇത് കേൾക്കുന്നത്. നിങ്ങളുടെ ഉള്ളിലുള്ള പൊട്ടൻഷ്യാലിറ്റി, നിങ്ങളുടെ ഉള്ളിലുള്ള കഴിവിനെ നിങ്ങൾ പുറത്തെടുക്കണം. അതിനായിട്ടാണ് ദൈവം ഇങ്ങോട്ട് വിട്ടത്. അത് ചോദിക്കണം. അതെങ്ങനെ ഒക്കും? ഈ കഴിവിനെ എങ്ങനെ പുറത്തെടുക്കാൻ ഒക്കുന്നേ? ഇതിനകത്ത് നൂറുകണക്കിന് ആയിരക്കണക്കിന് മരം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ? നിങ്ങൾ സമ്മതിച്ചു. ഇത് പുറത്തെടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഇതിന്റെ കഴിവ്, ഇതിൻ്റെ അകത്തെ പൊട്ടൻഷ്യാലിറ്റി ഇത് പുറത്തെടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഇത് ഇരിക്കേണ്ടതിരിക്കണം. ഞാൻ ഈ ആയിരക്കണക്കിന് മരവും ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ഫ്രൂട്ട്സും ഫലവുമുള്ള ഈ വിത്തിനെ ഞാൻ ഒരു 50 വർഷക്കാലം ഈ ടേബിളിൽ അങ്ങ് വെച്ചേക്കാതിരിക്കട്ടെ. 50 വർഷം അവിടെ ഞാൻ വെച്ചേക്കുക, അതേ സിമെന്ററെ കൊണ്ട് വെച്ചേക്കുക. വല്ല സ്വഭാവം മാറ്റം കാണിക്കുമോ? സ്വഭാവ മാറ്റം കാണിക്കത്തില്ല. കാരണം എന്താ? ഇരിക്കേണ്ടിടത്തല്ല ഇരിക്കുന്നത്. അത് ഇരിക്കട്ടെ എവിടെയാ? മണ്ണില. മണ്ണിലിരിക്കുമ്പോൾ തനി സ്വഭാവം കാണിക്കും. എന്താ ഈ പാർട്ടി അവിടെ ഇരിക്കുമ്പോൾ തന്നെ എന്താ 500 ഏക്കറിനകത്ത് വൃക്ഷവും ഫലവുമായിട്ട് ഇരിക്കുക. അവിടെ ഇരിക്കുമ്പോൾ എത്തോട്ടെ ഉള്ളിൽ ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ആ വിത്ത് അവിടെ ഇരിക്കുമ്പോഴും എന്താണ് 500 ഏക്കറിനകത്തെ മരവും പിന്നെ ഫലവുമായിട്ടാണ് ആ പാർട്ടി അവിടെ ഇരിക്കുന്നത്. എന്നാൽ പുറത്തെടുക്കാനും കൊണ്ട് അതിന്റെ ആ ശക്തിയും ആ കഴിവും അതിന് പുറത്തെടുക്കാനും കൊണ്ട് കഴിയുന്നില്ല. കാരണം എന്താ? അത് ഇരിക്കേണ്ടിടത്തല്ല ഇരിക്കുന്നത്. അത് ഇരിക്കേണ്ട സ്ഥലം മണ്ണിലാണ്, അല്ലാതെ ഈ സിമെന്റ് പുറത്തല്ല. ഈ സിമെന്റ് തറയിലല്ല അത് ഇരിക്കേണ്ടത്. ഇത് തന്നെയാണ് നമുക്ക് പറ്റിപ്പോയത്. നമ്മുടെ കഴിവിനെ പുറത്തെടുക്കാൻ ഒക്കാതെ പോയത് ഒന്നാമത്തെ കാരണം ഇരിക്കേണ്ടിടത്ത് ഇരുന്നില്ല. സഹകരിക്കേണ്ടവരുമായിട്ട് നമ്മൾ സഹകരിച്ചില്ല. നമ്മുടെ സഹകരണം എവിടായി പോയത് അറിയാമോ? നമ്മളെ ഇല്ലാതാക്കുന്നവരുടെ കൂടെ ആയിപ്പോയി. നമ്മളെ ഇല്ലാതാക്കുന്ന ചില കൂട്ടുകാരെ വളരെ ശ്രദ്ധിച്ചോണം. നിങ്ങളുടെ കൂട്ടുകാരെ നിങ്ങൾ ശ്രദ്ധിച്ചോണം. നിങ്ങളുടെ ജീവിതത്തിൽ നന്മയ്ക്കും നിങ്ങളുടെ ഭാവിക്കും വേണ്ടി ഗുണകരമായിരിക്കുന്ന കാര്യങ്ങൾ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യാത്തവർ ഒറ്റ ഒരുത്തനെയും ഒരുത്തിയെയും കൂട്ടുകാരനായിട്ട് കണക്കാക്കിയേക്കില്ല. അവൻ നിന്റെ ശത്രുവാ. മക്കളെ മനസ്സിലായോ? നിങ്ങൾക്ക് ഇച്ചിലൂടെ കഴിയുമ്പോൾ അത് മനസ്സിലായി വരും.
മോളെ, നീ എന്താണോ നിന്റെ ഭാവിയെ കുറിച്ച് ആഗ്രഹിക്കുന്ന കാര്യം, അതിലേക്ക് എത്തിച്ചേരുന്ന കാര്യങ്ങൾ പറയുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യാത്ത ഒരുവളും മോടെ കൂട്ടുകാരിയല്ല. മിണ്ടിക്കോ, മിണ്ടുന്നതിനൊന്നും കുഴപ്പമില്ല. പക്ഷേ അവളുടെ ആലോചനകളും അവളുടെ സ്വഭാവങ്ങളും പകർത്തിക്കൊണ്ട് പോകരുത്. അവൾ ആരാന്നറിയാമോ? കൂട്ടുകാരിയൊന്നും അല്ല, ശത്രുവാണ്. ആ രീതി കണക്കാക്കിക്കോണം. മനസ്സിലായോ? അതുകൊണ്ട് നിങ്ങൾ വളരെ നമ്മളെ ഇല്ലാതാക്കുന്ന എന്താ? ഈ ചെടി നിങ്ങൾക്കറിയാമോ? ഇതിപ്പം ഇല്ല മണ്ടി കൊണ്ടുവച്ചു, മണ്ടി കൊണ്ടുവച്ചത് ഇങ്ങോട്ട് കിളിച്ചു വരുന്ന സന്ദർഭം ഉണ്ടെന്നിരിക്കട്ടെ, ഇങ്ങോട്ട് മേളിലോട്ട് വന്ന് ഒരു ഇല രണ്ടിലയാകുമ്പം കൂനം കയറി എന്ത് പോയി? കൂനം എന്ന് പറഞ്ഞാൽ ഉറുമ്പല്ലേ, ഇതൊരു ഉറുമ്പ്. കൂനം കയറിയോ വിട്ടിൽ വന്ന് അതിന്റെ ഇല തിന്നാൽ എന്ത് ചെയ്യും? അതോടെ അത് തീരും. അപ്പൊ നിങ്ങളുടെ ജീവിത വളർച്ചയ്ക്ക് ചില കൂനന്മാരും വിട്ടിലുകളും ഉണ്ട് ചുറ്റുപാടും അടുത്തൊക്കെ. അത് വന്ന് നിങ്ങളുടെ മണ്ട വലിച്ചു പറിക്കാൻ ഇടയാക്കരുത്. മനസ്സിലായോ? നിങ്ങളുടെ മണ്ട കടിച്ചു പറിച്ചോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ കീറും. ചില ആൺപിള്ളേർ വരും മണ്ട വലിച്ചു പറിക്കാൻ. സൂക്ഷിച്ചോണം. ആരെങ്കിലും വന്ന് നിങ്ങളോട് ഐ ലവ് യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനെ വളരെ ശ്രദ്ധിച്ചോണം. ഏതൊരുത്തം വന്ന് ഐ ലവ് യു എന്ന് കുഞ്ഞുങ്ങളെ നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞാൽ അവനെ നിങ്ങൾ ശത്രുവായിട്ട് കണക്കാക്കിയോണം, അവനെ സൂക്ഷിച്ചോണം. കാരണം നമ്മൾ വിരോധമൊന്നും മറ്റൊന്നും വേണ്ട, ഇവന്റെ ലക്ഷ്യം എന്താണെന്ന് ഒന്നേ മനസ്സിലാക്കണം. അപ്പൊ നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന കഴിവുകൾ എന്താണ്? അതിനെ നമുക്ക് പുറത്തെടുക്കാനെ കൊണ്ട് എന്താണ്? നമ്മൾ ഇരിക്കേണ്ടടത്തിരിക്കണം, ദൈവവചനമായിട്ടിരിക്കണം. കർത്താവിനോട് പറയണം, ദൈവം നീ എന്നെ സൃഷ്ടിച്ചു, അമിത ശക്തിയാൽ അമിത ബലത്താലാണ് എന്നെ സൃഷ്ടിച്ചിരിക്കുന്നത്, ദൈവത്തിന്റെ കൃപയാലാണ് എന്നെ സൃഷ്ടിച്ചിരിക്കുന്നത്, എന്നിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന കഴിവുകളെ പുറത്തെടുക്കാൻ എന്നെ സഹായിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഇരിക്കുന്നത്. അപ്പൊ ഞാൻ 4 ചോദ്യങ്ങൾ പറഞ്ഞു. 5ാമത്തെ ചോദ്യം കൂടെ പറഞ്ഞ് ഞാൻ എന്നെ എല്ലാം കൂടെ ഒന്ന് കണക്ട് ചെയ്ത് തരാം. 5ാമത്തെ ചോദ്യം, ഞാൻ എങ്ങോട്ട് പോകുന്നു? എന്റെ ലക്ഷ്യം എന്താണ്? എന്റെ ലക്ഷ്യം എന്താ? മോളെ, നിങ്ങളുടെ ലക്ഷ്യം എന്താ? നിങ്ങളുടെ ലക്ഷ്യം വല്ല ലക്ഷ്യമുണ്ട്? സഹോദരന്മാരോട് ചോദിച്ചു, വല്ല ലക്ഷ്യമുണ്ട്? എന്താ ലക്ഷ്യം? ഒരു 10 കൊല്ലം കഴിയുമ്പോൾ നിങ്ങളുടെ ലക്ഷ്യം പറ. ഇപ്പോൾ ഒരു 10 കൊല്ലം കഴിയുമ്പോഴുള്ള നിങ്ങളുടെ ലക്ഷ്യം ഇപ്പോൾ പറയണം. ഇപ്പൊ എത്ര വയസ്സുണ്ട്? നിങ്ങൾ എത്ര വരെ? നിങ്ങൾ ഇപ്പൊ 10ാം ക്ലാസ് പഠിക്കുന്നവരാരുണ്ടോ? ഇല്ല, 8ാം ക്ലാസ്സിലൊക്കെയാ. 8ാം ക്ലാസ്സിൽ നിങ്ങൾ ഇച്ചൂടൊക്കെ വളർന്നു വരണം, അന്നേരം ഞാൻ ഒന്ന് പറയാം. ഒരു 20 വയസ്സുള്ളവർ ആരുണ്ട്? 20 വയസ്സുള്ള മോളുണ്ട്? 20 വയസ്സുണ്ട്. ഒറ്റ ചോദ്യം, 25ാമത്തെ വയസ്സിൽ ആരാകാനാണ് ആഗ്രഹിക്കുന്നത്? മുപ്പത് വയസ്സുള്ള എത്ര പേരുണ്ട്? 30 വയസ്സുള്ളവർ കൈവക്കി. ഇല്ല. 35 വയസ്സ്? 35 വയസ്സ് കൂടുതലൊക്കെയാണ് നിങ്ങൾക്ക്? 36. ഓക്കെ, 35ആയിട്ട് കണക്കാക്കാം. 40 വയസ്സ് താഴെയുള്ളവർ പറ. 35, 36 വയസ്സൊക്കെ ഉള്ളവര്. ചോദ്യം, 40ാമത്തെ വയസ്സിൽ ആരാകാനാണ് ആഗ്രഹിക്കുന്നത്? ഇതുപോലെ ആയിരുന്നാ മതിയോ? 40 വയസ്സുള്ളവർ എത്ര പേരുണ്ട്? 40 വയസ്സുള്ളവര്. ഞാൻ പറയുന്നതിന്റെ സാരം, നമ്മുടെ സമയങ്ങളെല്ലാം ഞാൻ നഷ്ടപ്പെട്ടു പോയി. 25ാമത്തെ വയസ്സിൽ ഒരുത്തിന് ആരായി തീരണം എന്നുള്ളത് 25ാമത്തെ വയസ്സിലല്ല തീരുമാനിക്കേണ്ടത്, 20ാമത്തെ വയസ്സിൽ തീരുമാനിച്ചോണം. 35ാമത്തെ വയസ്സിൽ ഒരാൾ ആരായി തീരണമെന്ന് ചിന്തിക്കേണ്ടത് 30ാമത്തെ വയസ്സിൽ തീരുമാനം, അല്ല 35ാമത്തെ വയസ്സിലല്ല. 40ാമത്തെ വയസ്സിൽ ഒരു ആരായി തീരണം എന്നുള്ളത് 30 35 വയസ്സിനിടയിൽ തീരുമാനിച്ച് ഉറപ്പിച്ചിരിക്കണം. പിന്നീടുള്ള 5 കൊല്ലം അതിൻ്റെ എത്തിച്ചേരാനുള്ള സമയമാണ്. 50 വയസ്സുള്ളവരെ 50ാമത്തെ വയസ്സിൽ ആരായി തീരണം എന്നുള്ളത് 40ാമത്തെ വയസ്സിൽ 45ാമത്തെ വയസ്സിലും അത് പൂർത്തീകരിച്ചിരിക്കണം ആ തീരുമാനം. ബാക്കിയുള്ള സമയം എന്താണ്? അതിലേക്ക് എത്തിച്ചേരുക എന്നുള്ളത്. എന്നാൽ നമ്മൾ ചിലരൊക്കെ 60 വയസ്സൊക്കെ മേൽ കഴിഞ്ഞു. നിങ്ങൾക്കും സമയമുണ്ട്.
ഒറ്റ കാര്യമേ ഉള്ളൂ, ഡബിൾ പണി ചെയ്യണമെന്നേ ഉള്ളൂ. കാരണം ചുമ്മാതെ കാലങ്ങൾ കഴിഞ്ഞു പോയി, ഒരു ഗുണവുമില്ലാതെ കാലങ്ങൾ കഴിച്ചു. നമ്മളിങ്ങനെ ജീവിക്കേണ്ടവരല്ല, ഇങ്ങനെ കഴിഞ്ഞുകൂടേണ്ടവരല്ല നമ്മളെല്ലാവരും. കാരണം ദൈവം എന്താണ്? നമ്മൾക്ക് വളരുവാനും ഉയരുവാനുമുള്ള കാര്യങ്ങളാണ്. നമ്മളെ എല്ലാവരെയും ദൈവം ഈ ഭൂമിയിലേക്ക് വിട്ടത് ലീഡേഴ്സ് ആയിട്ടാണ്. നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചു, നമ്മളെ എല്ലാവരെയും ഭൂമിയിലേക്ക് ദൈവം അയച്ചത് ആരായിട്ടാണ്? ലീഡറായിട്ടാണ് അയച്ചത്. ഈ വാക്ക് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും, നമുക്ക് ഈ ലീഡർ എന്നുള്ള പദം കേൾക്കുമ്പോൾ നമ്മുടെ ചിന്ത എന്താണ്? ലീഡർമാരെ വെളിയിലുള്ള ലോകത്തിലുള്ള ലീഡർമാരെ, അതായത് രാഷ്ട്രീയ നേതാക്കന്മാര്, അവർക്ക് എന്താണ് അനുയായികളുണ്ട്, അവർക്ക് സിന്താബ പിടിക്കാൻ ആൾക്കാരുണ്ട്, കൊടി പിടിക്കാൻ ആൾക്കാരുണ്ട്. അങ്ങനെ എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്ത് വലിയ മഹത്വം. അവരിൽ സിനിമാ ലോകത്തെ ചില നേതാക്കന്മാരൊക്കെ അവർ ലീഡേഴ്സാണ്. രാഷ്ട്രീയ പാർട്ടികളുടെ ഇടയിൽ ചില നേതാക്കന്മാരുണ്ട്, സഭയിലൊക്കെ ചില നേതാക്കന്മാരുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള കാഴ്ചപ്പാടാണ് നേതാക്കന്മാരെ കുറിച്ച് നമുക്കുള്ളത്. ഒരു കാര്യം ഓർത്തോളൂ, ദൈവം എല്ലാവരെയും സകലമായ ആൾക്കാരെയും ലീഡേഴ്സ് ആയിട്ടാണ് സൃഷ്ടിച്ചത്. എന്നാൽ നിർഭാഗ്യവശാൽ അത് മനസ്സിലാക്കാതെ നമ്മള് അനുയായികളായിട്ട് മാറി. ഇതാ സംഭവിച്ചു പോയത്. നമുക്കൊരു ലീഡർഷിപ്പ് ഉണ്ട് നമ്മുടെ ജീവിതത്തിൽ. ഈ ലീഡർഷിപ്പ് എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാമോ? മറ്റുള്ള ആൾക്കാരുടെ മേലുള്ള ലീഡർഷിപ്പ് അല്ല. ലീഡർഷിപ്പ് എന്ന് പറയുന്നത് എന്താണ്? ലീഡർഷിപ്പ് എന്ന് പറയുന്നത് മറ്റു വ്യക്തികളുടെ മേലുള്ള ലീഡർഷിപ്പ് അല്ല, മറിച്ച് എന്റെ ജീവിതത്തിന്റെ മേലുള്ള എന്റെ ലീഡർഷിപ്പ്. അത് നോക്കുണ്ടോ? നിങ്ങൾക്കുണ്ടോ? നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ നിങ്ങൾക്കൊരു കൺട്രോൾ ഉണ്ടോ? ലീഡർഷിപ്പ് ഉണ്ടോ? കുഞ്ഞുങ്ങളെ അതെല്ലാം ഉണ്ടാകണം. ഉണ്ടോ? നിങ്ങളുടെ ജീവിതത്തിന് മേൽ നിങ്ങൾക്കൊരു ലീഡർഷിപ്പ് ഉണ്ടോ? നമുക്കില്ലാതായിപ്പോയി. ഏതിന്റെ മേലാണ്? ദൈവം നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന കഴിവുകളുടെ മേൽ ഒരു ലീഡർഷിപ്പ് ഉണ്ടാകണം. കഴിവില്ലാതെ ആരും ഈ ലോകത്തിലില്ല. സഹോദരൻ പാട്ട് പാടുന്ന ഞാൻ കേട്ടു. അത് എത്രയോ കാലത്തിനു മുമ്പേ നന്നാൽ വളർത്തിക്കൊണ്ട് വരാൻ കഴിയുമായിരുന്നു. നല്ലൊരു ഗായകൻ അദ്ദേഹത്തിൽ ഉണ്ടായിരുന്നു. ആ ലീഡർഷിപ്പിലേക്ക് എത്തിച്ചേരാൻ കഴിയാതെ പോയി. ചിലപ്പോ അന്ന് ഒരു 10-20 വയസ്സുള്ള സമയത്ത് നമ്മൾ അതിനെപ്പറ്റി റിഫൈൻ ചെയ്ത് ആ ഒരു താലന്ത്, ആ ഒരു കഴിവ് വീണ്ടും വീണ്ടും ആവർത്തിച്ച് ഉപയോഗപ്പെടുത്തിയിരുന്നെങ്കിൽ ഇന്ന് അറിയപ്പെടുന്ന ഒരു പാട്ടുകാരനായിരുന്നു. ഞാനൊരു ഉദാഹരണം പറഞ്ഞതേ. എന്നാൽ നമ്മളെന്ത് പറ്റി? മറ്റുള്ളവര് പാടുന്നതൊക്കെ കേട്ടു, നമ്മളത് കേട്ട് സുഖിച്ചു ഒക്കെ പറയും. നമുക്കെന്താ ചെയ്യാൻ ഒക്കുന്നത്? നിന്നെയും കണ്ടത് ചെയ്യാൻ സാധിക്കും. എന്റെ കഴിവ് എന്തായിരുന്നു? ഇത് മനസ്സിലാക്കിയെടുക്കാൻ നമുക്ക് ആർക്കും സാധിച്ചില്ല. അപ്പൊ ഞാൻ എങ്ങോട്ട് പോകുന്നു? എന്റെ ഭാവി എന്താണ്? ഞാൻ എവിടെയാണ് എത്തിച്ചേരാൻ പോകുന്നത്? അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പൊ നമ്മുടെ സക്സസ് എന്ന് പറയുന്നത്, നമ്മുടെ വിജയം എന്ന് പറയുന്നത്, ഈ കാര്യങ്ങൾക്ക് വ്യക്തമായ ആൻസർ വേണം. എങ്ങോട്ടാ പോകുന്നു? നാളെ ആരായി തീരാൻ ആഗ്രഹിക്കുന്നത്? മോളെന്തോ നാളെ ആരായിട്ടാണ് ആഗ്രഹിക്കുന്നത്? ആരായി? അത് അടുത്ത 1-2 വർഷത്തിനുള്ളിൽ തീരുമാനിച്ചോണം. ഇപ്പൊ കുഞ്ഞുങ്ങൾ കുറച്ചുകൂടെ പ്രായം കുറവാ നിങ്ങൾക്ക്. നാളെ ആരായി തീരാൻ ആഗ്രഹിക്കുന്നു? അതിലേക്ക് എത്തിച്ചേരാൻ കൂടെ കഴിയും. ഞാൻ ഈ ചുമ്മാ വെറുതെ പറയുന്ന കാര്യങ്ങളൊന്നുമല്ല, വെറുതെ പറയുന്ന കാര്യമല്ല ഇത്. ദൈവത്തിന്റെ സൃഷ്ടിയുടെ മനോഹരത്വത്തിന്റെ കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. അങ്ങനെയാണ് ദൈവം എല്ലാം സൃഷ്ടിച്ചാക്കിയിരിക്കുന്നത്. എന്നാൽ നമ്മൾ വളർന്നു വലുതാകേണ്ട സന്ദർഭത്തിൽ എന്താണ്? നമ്മുടെ ചുറ്റുപാടുമുള്ളവരും നമ്മുടെ സമൂഹമെല്ലാം നമ്മുടെ ഉയർച്ചയുടെ മേൽ കസേരയിട്ടിരുന്ന് മിണ്ടിപ്പോകരുത്, നിനക്ക് ഇവിടുത്തെ കാര്യം എന്ന് ചോദിച്ചുകൊണ്ട്. ഇപ്പൊ എനിക്കറിയാം, പണ്ടൊക്കെ നമ്മുടെ വീടുകളിലെ 4 പേരും എന്തെങ്കിലും കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കുഞ്ഞുങ്ങൾ ആരെങ്കിലും എന്താടാ ഇവിടെ നിനക്ക് കാര്യം അല്ലേ? നിനക്ക് ഇവിടെ എന്താ കാര്യം? നീ പോ, ഇപ്പുറത്ത് പോയിരിക്കും. ഒന്നുമില്ല, അതോടെ തീർന്നവന്റെ ഇടപാട്. നമുക്കൊരു കഴിവില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ ചവിട്ടിത്താത്ത സമൂഹമാണ് നമുക്കുള്ളത്. നമുക്ക് എഴുന്നേറ്റ് വരാൻ സാധിക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട്
നമ്മളെ ഇല്ലാതാക്കി കളഞ്ഞ സ്കൂൾ സിസ്റ്റമാണ് നമുക്കുള്ളത്. നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ അങ്ങനെയുള്ളവരാണ്. നീ എന്തുവാണ്, നീ ഒളി പിടിച്ച് തല്ലുകൊണ്ടാൽ മാത്രം മതി, വേറൊന്നും നീ ചെയ്യണ്ട, ഞങ്ങളൊക്കെ സുഖം അനുഭവിച്ചോളാം, നീ എന്ത് ചെയ്യുക, നിനക്ക് ഞങ്ങൾ 500 രൂപ തരും, നീ വേണമെങ്കിൽ ഒരു ചാപ്പാട് അടിച്ച് വെള്ളം അടിച്ചാൽ ബീഡി വായിച്ച് നീ അങ്ങനെയൊക്കെ ജീവിച്ചാൽ മതി, വേറെ ഒന്നും നീ ഇടപെട്ട കാര്യമില്ല, ഞാൻ നിങ്ങൾക്ക് 500 രൂപ നിനക്ക് തരും, അത് വാങ്ങിച്ചോണ്ട് മിണ്ടായിരുന്നോണം. ഇങ്ങനെ നമ്മളെ ആക്കിക്കളഞ്ഞതാണ്. അതുകൊണ്ടാണ് കോടാനുകോടി ജനങ്ങൾ, യൗവനക്കാരും ഇന്ന് ജീവിതത്തെ കുറിച്ച് ലക്ഷ്യബോധമില്ലാതെ നടക്കുന്നത്. അവൻ എന്ത് മതി? അവൻ ഒരു നേരത്തെ മയക്കുമരുന്ന് മതി, അവൻ ഒരു നേരത്തെ ചാരായം മതി, അവൻ ഒരു നേരത്തെ കള്ളു മതി, അവൻ ഒരു ബീഡി മതി, ആരെങ്കിലും ചായ വാങ്ങിച്ചാൽ അത് മതി, അതിന്റെ കൂടെ ഒരു കോട്ടയുടെ വാങ്ങിച്ചു കൊടുത്താൽ അവന് സുഭിക്ഷതമായി. അതോടെ അവന് നാളെ വേറൊരാളുടെ പിടിക്കും. ഒരു ചായ വാങ്ങിയിട്ടേ, ഒരു ചായ വാങ്ങിച്ചു, എന്നാ ഒരു കേക്ക് കൂടെ വാങ്ങിയില്ലേ, അത് മതി അവന്. ചിലരുണ്ടെന്നാണ് രാവിലെ മുതൽ വൈകുന്നേരം വരെ ജോലി ചെയ്യും, അവസാനം ആ ജോലി കിട്ടുന്ന പൈസ ഇവിടെ അടുത്ത ഷാപ്പുകാരനെ കൊണ്ട് കൊടുക്കും. എനിക്കറിയാവുന്ന ചില ആൾക്കാർ ഞങ്ങളുടെ നാട്ടിലുണ്ട്. അവൻ ജോലിക്ക് പോകുന്നതിന്റെ ഏക ലക്ഷ്യം അന്ന് വൈകിട്ട് കുടിക്കണം, അതേ ഉള്ള അവരുടെ ലക്ഷ്യം. അത് 2 ദിവസത്തേന് കുടിക്കാൻ കാശ് കിട്ടിയാൽ പിറ്റേ ദിവസം ജോലിക്ക് പോകത്തുമില്ല. ഇത് തീർന്നു കഴിഞ്ഞിട്ടേ പിന്നെ ജോലിക്ക് പോകത്തുള്ളൂ. നിങ്ങൾക്കറിയാം, എനിക്ക് 64 വയസ്സുണ്ട്, കണ്ടാ തോന്നത്തില്ലെങ്കിലും. അറിയാമോ എനിക്ക് എത്ര വയസ്സുണ്ട്? 64 വയസ്സുണ്ട്. ഈ 64 വയസ്സിനിടയിൽ 25 പൈസ ഒരു ഷാപ്പുകാരനും കിട്ടിയിട്ടില്ല. മനസ്സിലായോ? 25 അല്ലെങ്കിൽ 64 വർഷത്തിനിടയിൽ 25 പൈസ, എന്റെ 25 പൈസ ഒരു ഷാപ്പുകാരനും കിട്ടിയിട്ടില്ല. ദൈവം നമ്മളെ സൃഷ്ടിച്ചാക്കിയിരിക്കുന്നത് ഉന്നതമായ നിലയിലേക്ക് എത്തിച്ചേരാനാണ്. ഇത് മനസ്സിലാക്കാതെ പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു ഗുണവും ഇല്ലെന്നാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. ദൈവം മാജിക്കുകാരനൊന്നും അല്ല, ദൈവം ഒരു മജീഷ്യനുമല്ല. ദൈവത്തിന് മാജിക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യരുത്. ദൈവം എല്ലാം ആക്കി വെച്ചിരിക്കുന്നത് മനസ്സിലാക്കി അതിലേക്ക് എത്തിച്ചേരാൻ ആവശ്യമായ കാര്യങ്ങൾ ചെയ്യണം. ഞാനിത് എനിക്കാവുന്ന എല്ലാ സ്ഥലങ്ങളിൽ ചെറുപ്പക്കാരോട് ചെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. ഇത് കേൾക്കുന്നവർ അത് മനസ്സിലാക്കിയെടുക്കണം. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ എത്രയും കാലത്ത് ഇത് കേട്ട് ഒരു പക്ഷേ ചിന്തിച്ചേക്കാം, ഒരു 10-20 വയസ്സൊക്കെ ആയിരുന്ന കാലഘട്ടത്തിൽ ഇത് കേട്ടിരുന്നേ കൊള്ളായിരുന്നു എന്ന് നിങ്ങൾ ചിന്തിച്ചേക്കാം. കേൾക്കേണ്ട കാര്യമായിരുന്നു. എനിക്കും കേൾക്കാൻ പറ്റിയില്ല. കേട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ എല്ലായിടത്തും പറയും, അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ എല്ലായിടത്തും പറയും. അതുകൊണ്ട് നന്നാകുന്നവരൊക്കെ നന്നായിട്ടുണ്ട്. വേറെ ഒരു മാർഗവുമില്ല. നമ്മുടെ വിദ്യാഭ്യാസം കൊണ്ട് നമുക്ക് ഉയരാൻ സാധ്യമല്ല. നമ്മുടെ അറിവും കാര്യങ്ങളും ഒന്നും അല്ല ഇതിന്റെ പ്രധാനപ്പെട്ട കാര്യം. എന്താണോ വലിയവനായ തമ്പുരാൻ നിന്റെ ഉള്ളിൽ ആക്കി വെച്ചിരിക്കുന്ന കൃപ, ഒരു താലന്ത്, ഒരു പക്ഷെങ്കിൽ ആ താലന്ത് പാട്ടെഴുതാനുള്ള ഒരു താലന്റ് ആയിരിക്കും. ഞാനൊന്ന് ചോദിച്ചോളട്ടെ, ഇവിടെ നിങ്ങൾ പലരുടെയും പാട്ടുകൾ പാടുന്നുണ്ട്. എന്തുകൊണ്ടാണ് നിങ്ങളുടെ പാട്ട് ആരും പാടാത്തെന്താ? ദൈവദാസന്റെ പാട്ട് സഭയിൽ ആരെങ്കിലും പാടുന്നുണ്ടോ? എന്റെ പാട്ട് പാടുന്നില്ല. എന്താ അത് ചെയ്യാത്തെന്താ? നമ്മളിപ്പം ആരാധനക്രമത്തിലെയോ പാട്ടുപുസ്തകത്തിലോ പാട്ടെടുത്ത് നമ്മൾ പാടും. വല്ലവരും പാടി, അത് എത്രയോ വർഷത്തിന് മുമ്പേ അവര് ജനിച്ച് എഴുതിയ പാട്ടാ. ആ പാട്ടുകൾ നമ്മൾ പാടുന്നുണ്ട്, നമുക്ക് കുഴപ്പമൊന്നുമില്ല, പഠിക്കൂ, നല്ലതാണ് അവരുടെ എന്നാൽ ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് നിങ്ങൾ എഴുതിയ ഒരു പാട്ട് ഈ ചർച്ചിൽ പാടുന്നുണ്ടോ? എന്തുകൊണ്ട് സാധിക്കുന്നില്ല? എന്തുകൊണ്ട് സാധിക്കുന്നില്ല? അതിനുള്ള കഴിവ് നിങ്ങൾക്ക് ദൈവം തന്നിട്ടില്ലേ? എന്തുകൊണ്ട് ഇവിടോട്ട് വന്നിരുന്ന് ഒരു പ്രസംഗം ചെയ്യാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല? ഞങ്ങളെ പോലെയുള്ളവർ വന്ന് നിങ്ങൾക്ക് പ്രസംഗിക്കണമല്ലോ. എന്തുകൊണ്ട് വേദോസ്തലം ഒരു വാക്യം എടുത്തൊന്ന് വായിച്ച് പ്രസംഗിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല? കഴിവില്ലാത്തതുകൊണ്ടല്ല, നിങ്ങളത് ഡെവലപ്പ് ചെയ്തിട്ടില്ല. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഒരു ഇൻസ്ട്രുമെന്റ്സ് വായിക്കാൻ ഒക്കാത്തത്? നമ്മൾ ഡെവലപ്പ് ചെയ്ത് കഴിവില്ലാത്തതുകൊണ്ടല്ല, ഡെവലപ്പ് ചെയ്തിട്ടില്ല. അതിനെയെല്ലാം അടുക്കി വെച്ചിട്ട് മറ്റു പല കാര്യങ്ങൾ നമ്മുടെ കഴിവുകളുടെ മേളിൽ ഇന്ന്
മാറ്റിക്കളയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. വളരെ വെയിറ്റ് ആണ്. നമ്മുടെ കഴിവിന്റെ പുറത്ത് ഇന്ന് ഒരുപാട് വെയിറ്റ് ഇരിക്കുകയാണ്. സാമൂഹിക വെയിറ്റ്, നമ്മുടെ സ്വഭാവത്തിന്റെ, കൊള്ളരുതാത്ത സ്വഭാവത്തിന്റെ വെയിറ്റുകൾ, ഇതെല്ലാം കൊണ്ട് എഴുന്നേക്കാൻ കഴിയാതെ വണ്ണം നമ്മൾ തകർന്ന് തരിപ്പണമായി പോയിരിക്കുക. ഇതെന്നു മാറുന്നു അന്നേ നമുക്ക് സാധ്യമാകും. നിങ്ങൾക്കറിയാമോ, ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ സ്ഥലം, ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ സ്ഥലം ഏതാ? മക്കളെ പറ, ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ സ്ഥലം, ദ വെൽത്തിയസ്റ്റ് സ്പോട്ട് ഓൺ ദിസ് എർത്ത്, ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ സ്ഥലം ഏതാ? യെരുശലേം. ആ, സ്വിറ്റ്സർലൻഡ്. വേറെ ആരെങ്കിലും? ഇറാനാണോ? ഉറക്കെ പറ, അതാ പറഞ്ഞത്. ഞാൻ പറഞ്ഞില്ലേ, തെറ്റ് പറയുകയാണെങ്കിൽ വലിയ തെറ്റായിട്ട് പറയണം. ഇതല്ലേ കേട്ടില്ല? ജപ്പാൻ. ജപ്പാന്, ഇസ്രായേല്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. ലോകത്തെ ഏറ്റവും സമ്പന്നമായ സ്ഥലം, ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ സ്ഥലത്ത് ഇന്ന് രാവിലെ ഞാൻ ഇങ്ങോട്ട് യാത്ര ചെയ്തപ്പോൾ ഏറ്റവും കുറഞ്ഞത് ഒരു 50 സ്ഥലം ഞാൻ പാസ് ചെയ്തു. എന്റെ വീട്ടിൽ ഇറങ്ങി കഴിഞ്ഞപ്പോൾ 1 കിലോമീറ്ററിനുള്ളിൽ ഞാനൊന്ന് പാസ് ചെയ്തു. 1 കിലോമീറ്റർ ഉള്ള അത്. അവിടെ മുതൽ ഈ ഇടുക്കിയുടെ ഈ ഭാഗം വരുന്നതാണ് ഏറ്റവും കൂടുതൽ ഒരു 50 സ്ഥലമെങ്കിലും ഞാൻ പാസ് ചെയ്തിട്ടുണ്ട്. സമ്പന്ന സ്ഥലം ഇവിടെയൊക്കെ ഇഷ്ടംപോലുണ്ട്. ഈ ഇടുക്കി ജില്ലയിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, ഇഷ്ടംപോലുണ്ട് സമ്പന്ന സ്ഥലം. ഏതാണെന്നറിയാമോ? 5 സ്റ്റാർ ബിവറേജ്. ഓ, ബിവറേജ്, അതാണോ വലിയ സമ്പന്ന സ്ഥലം? അതൊന്നുമല്ല സമ്പന്ന സ്ഥലം. ലോകത്തിലെ ഏറ്റവും സമ്പന്ന സ്ഥലം ശവക്കോട്ടയാ. ഏതാ സ്ഥലം? സെമിട്രി എന്ന് പറയത്തില്ലേ? സെമിറ്ററി. ഇവിടെ എന്താ പറയുന്നത്? ശവക്കോട്ട എന്നാണ് പറയുന്നത്. ശവക്കോട്ട. ലോകത്തിലെ ഏറ്റവും സമ്പന്ന സ്ഥലം ശവക്കോട്ട. എന്താ കാരണം എന്നറിയാമോ? ഈ ലോകത്തിൽ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ആ മനുഷ്യൻ പുറത്തെടുക്കേണ്ട സകല സമ്പന്നതയും ശ്രേഷ്ഠതയും മനോഹരത്വവും പുറത്തെടുക്കാതെ ഒരു 10, 40 മുതൽ 50, 60, 70, 80, 90, 100 വയസ്സ് വരെ ഇവിടെ ജീവിച്ചിട്ട് ഏതെല്ലാം കാര്യങ്ങളിൽ അവൻ സമ്പന്നനായിരുന്നുവോ ആ സമ്പന്നത ഒന്നും തന്നെ ലോകത്തിൽ കൊടുക്കാതെ അതുപോലെ കൊടുന്ന കുഴിയിലിട്ടേക്കുക. പാട്ടുകൾ എഴുതാൻ കഴിയുന്നവരുണ്ടായിരുന്നു, അവൻ ഒരു പാട്ട് പോലും എഴുതാതെ ആ സമ്പന്നത ഇന്ന് എവിടെ കിടക്കുക? അവനോട് കുഴിയിൽ കിടക്കുക. പല സ്കൂളുകൾ സ്ഥാപിക്കാൻ കഴിവുള്ളവരുണ്ടായിരുന്നു, അവരത് ചെയ്തിട്ടില്ല. ആ സമ്പന്നതയെ കൊണ്ട് അവൻ എവിടെ കിടക്കുക? കുഴി കിടക്കുക. പല ബിസിനസ് ആരംഭിക്കേണ്ടവരുണ്ടായിരുന്നു, അവരാരും അത് തുടങ്ങാതെ ആ സമ്പന്നതയുമായിട്ട് എവിടെ പോയി കിടക്കുക? കുഴി കിടക്കുക. നല്ല പാട്ട് പാടാൻ കഴിയുന്നവര്, പാട്ട് എഴുതാൻ കഴിയുന്നവര്, ട്രാക്ട് എഴുതാൻ കഴിയുന്നവര്, ഓപ്പൺ എയർ പ്രീച്ചിങ് ചെയ്യാൻ കഴിയുന്നവര്, സമൂഹത്തിൽ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. അങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി സമ്പന്നമായിരിക്കുന്ന കാര്യങ്ങൾ ചെയ്തെടുത്തുകൊണ്ട് ശ്രേഷ്ഠമായ ജീവിതത്തിലേക്ക് അവർക്ക് വരുവാൻ കഴിയുന്ന പല കാര്യങ്ങൾ ചെയ്യാതെ 50, 60, 70, 80 വർഷക്കാലം ദൈവം ലോകത്തിൽ അവന് നൽകിയിട്ടും ഒരു പ്രയോജനമില്ലാതെ അവൻ ഇന്ന് എവിടെ കൊണ്ട് കളഞ്ഞേക്കുക? ശവക്കോട്ടെ കണ്ട് കളഞ്ഞേക്കുക. അതുകൊണ്ട് അവിടെ ആവശ്യം പോലെ സമ്പന്നത ഉള്ളതുകൊണ്ട് നിങ്ങളുടെ ആരുടെയും സമ്പന്നത ഇനി അവിടെ വേണ്ട. അത് എവിടെ ചെലവാക്കേണ്ടത്? ഇവിടെ ചെലവായിക്കൂ. ഇവിടെ ചെലവാക്കണത് എന്താണ് നിങ്ങളുടെ കഴിവെന്നുള്ളത് ഇന്ന് സന്ധ്യാസമയം ദൈവസന്നിധിയിലേക്ക് പോയിട്ട് പ്രാർത്ഥിച്ച് കണ്ടുപിടിക്കുക, അത് മനസ്സിലാക്കുക.
ദൈവത്തോട് പറയുക, കർത്താവേ ഇത് ഉപയോഗപ്പെടുത്താൻ എന്നെ സഹായിക്കണമെന്ന് പറയുക. 4 പേർക്ക് ഉപയോഗമാകുന്ന നിലയിലേക്ക് ഇത് കൊണ്ടുവരാൻ എന്നെ അനുഗ്രഹിക്കണം, എന്നെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുക. ദൈവം കൊണ്ടുവരും. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ഇപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു? ഒരു പാനീയയാഗമായി ഒഴിയുന്നു. എന്താ പാനീയയാഗം എന്ന് പറഞ്ഞാൽ? പൗലോസ് അപ്പോസ്തലൻ പറയണേ, ഒരു കുപ്പിയിൽ നിന്നും വെള്ളം ഒഴിച്ചാൽ, ഒരു കുപ്പിയിലുള്ള വെള്ളം മൊത്തം ഒഴിച്ചു കളഞ്ഞാൽ പിന്നെ കുപ്പി എന്താ? കാലിയ അല്ലേ? അതുപോലെ ഞാൻ ഈ ലോകത്തിൽ എന്തെല്ലാമാണോ ചെയ്യാൻ ആഗ്രഹിച്ചത്, എന്നെ കൊണ്ട് ദൈവം എന്താണോ ആഗ്രഹിച്ചത്, അതെല്ലാം ചെയ്തു. ഞാൻ അതെല്ലാം ചെയ്ത് തീർത്തു, ഓട്ടം തികച്ചു, എന്റെ വിശ്വാസം ഞാൻ കാത്തു. ഇനി ഞാൻ റെഡി. ഞാൻ ഇനി എന്താണ്? ഞാൻ ഇനി പോകാൻ റെഡിയാണ്. ആ ഒരു കാഴ്ചപ്പാട് നമുക്കുണ്ടായിരുന്നു. നമുക്ക് എന്താണോ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യാൻ സാധിക്കുന്നത്, സമൂഹത്തിന് വേണ്ടി എന്താണോ ചെയ്യാൻ സാധിക്കുന്നത്, നമ്മുടെ സഭയ്ക്ക് വേണ്ടി എന്താണോ ചെയ്യാൻ കഴിയുന്നത്, ഇത് നമ്മുടെ ഉള്ളിൽ ഇപ്പോൾ അടക്കി വെച്ചേക്കുന്ന കാര്യമാണ്. അതിനെ പുറത്തെടുത്ത് അത് ഉപയോഗപ്പെടുത്തി സമൂഹത്തിനും സഭയ്ക്കും കുടുംബത്തിനും നമുക്കും അത് അനുഗ്രഹമാക്കി തീർക്കണം. അതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന കാര്യം. അതിവിടെ തന്നെ ചെലവഴിക്കാമെങ്കിൽ നാളെ 4 പേര് നമ്മളെ ഓർക്കും. അവിടെ കിടക്കുന്ന എത്ര എണ്ണത്തെ നമ്മൾ ഓർക്കുന്നുണ്ട്? ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? വിദ്യാൻകുട്ടി സാറിനെ നമ്മൾ ഓർക്കുന്നുണ്ട്. കാരണം അദ്ദേഹം എത്രയോ കാലത്തിന് മുമ്പ് ജനിച്ചു. അദ്ദേഹത്തിന്റെ പാട്ടുകൾ നമ്മൾ പാടുന്നു. മൂത്താപ്പാക്ക കൊച്ചു സ്വദേശി നമ്മൾ പാട്ടുകൾ പാടുന്നു. കാരണം അദ്ദേഹം വർഷങ്ങൾക്ക് മുമ്പേ എഴുതാം, പക്ഷെ അദ്ദേഹം സമൂഹത്തിന് കൊടുത്തിട്ടാ പോയത്. നമ്മൾ പാടുന്ന പാട്ടുകളെല്ലാം ചിലപ്പോൾ 100 വർഷത്തിന് മുമ്പേ ജീവിച്ച വിശുദ്ധന്മാരായിട്ടുള്ളവർ എഴുതിയ കാര്യങ്ങളാണ്. അവർ ലോകത്തിന് കൊടുത്തു. അവർ മരിച്ചുപോയി, പക്ഷേ അവരുടെ ഗിഫ്റ്റ്, അവരുടെ ടാലന്റ്, അവരുടെ ഗിഫ്റ്റ് അവർ ആർക്ക് കൊടുത്തു? ലോകത്തിന് കൊടുത്തിട്ട് പോയി. അതുകൊണ്ട് നാം അവരെ ഓർക്കുന്നു. എന്നാൽ ഞാനും നിങ്ങളും ചത്താൽ ആര് നമ്മെ ഓർക്കും? അവിടെ വെക്കുന്ന കല്ലിന്റെ പുറത്ത് എഴുതി വെച്ചേക്കുന്നത് ആരെങ്കിലും ഒന്ന് വായിച്ചാൽ ഓർക്കും, അല്ലാതെ ആരെങ്കിലും ഓർക്കും? എന്താ കാര്യം? നമുക്ക് കഴിവില്ലാത്തത് കൊണ്ടല്ല. നമ്മളെ സൃഷ്ടിച്ചപ്പോൾ അവരിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊന്നും ദൈവം സൃഷ്ടിച്ചിട്ടില്ല. അവരെ സൃഷ്ടിച്ചതുപോലെ തന്നെ ദൈവം നമ്മളെ സൃഷ്ടിച്ചു. നമുക്ക് മനസ്സിലാക്കാതെ പോയി. അതുകൊണ്ട് ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകണം. ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടായാൽ തീർച്ചയായിട്ടും ജീവിതം മാറി വരും. ചിന്തിക്കണം, എന്നെ കൊണ്ട് സാധിക്കും, എന്നെ കൊണ്ട് കഴിയും, ഞാനിത് ചെയ്തിരിക്കും. തീരുമാനം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. തീരുമാനം വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾ തീരുമാനം എടുക്കുമ്പോൾ ഒരു കാര്യം ഓർക്കണം. ഏതൊരു കാര്യത്തിലാണോ നിങ്ങൾ തീരുമാനമെടുക്കുന്നത്, എന്ത് തീരുമാനം എടുക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? ചില തീരുമാനം, ഇതൊക്കെ കൊള്ളാം പാസ്റ്റർ, ഇതൊക്കെ കൊള്ളാം, ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം. അങ്ങനെ തീരുമാനം എടുക്കുന്നതിന് ഒരിക്കലും നന്നാകത്തില്ല. ഞാൻ ശ്രമിച്ചു നോക്കാം. ജീവിതത്തിന്റെ വിജയത്തിന് ശ്രമിച്ചു നോക്കുക അല്ല, ഞാനത് നേടിയിരിക്കും, ഞാൻ അതിലേക്ക് എത്തിച്ചേർന്നിരിക്കും, ഞാൻ അങ്ങനെ ആയി തീർന്നിരിക്കും. ഞാൻ അങ്ങനെ ആകാൻ ശ്രമിക്കാമെന്നല്ല, അങ്ങനെ ആയിരിക്കും. അതുകൊണ്ട് നിങ്ങളോട് എനിക്ക് ഈ കാര്യം മാത്രമേ പറയാനുള്ളൂ. എന്താണ്? അടുത്ത ഒരു 5 വർഷത്തിനുള്ളിൽ, അടുത്ത ഒരു 2 വർഷത്തിനുള്ളിൽ ഞാൻ ഇന്ന ഏറിയയിൽ ദൈവം എനിക്ക് ഇന്ന കൃപ തന്നിട്ടുണ്ട്. ആ ഒരു കൃപയിൽ നിന്നുകൊണ്ട് എൻ്റെ നാടിന് വേണ്ടി, എൻ്റെ സമൂഹത്തിന് വേണ്ടി, എൻ്റെ കൂട്ടു സഹോദരന്മാർക്ക് വേണ്ടി, എൻ്റെ സഭയ്ക്ക് വേണ്ടി, എൻ്റെ വീടിന് വേണ്ടി ഞാൻ ഇന്ന നിലയിൽ ആയിത്തീർന്നിരിക്കും. ആ ഒരു തീരുമാനമെടുത്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ ജീവിതം വിജയിക്കും. ഇതാണ് സക്സസ്. എന്നാൽ ഈ സക്സസിനൊരു ശത്രു ഉണ്ട്. യു നോ വാട്ട് ഇസ് ദ എനിമി ഓഫ് സക്സസ്? ശത്രുവിന്റെ ഈ വിജയത്തിന്റെ ശത്രു ആരാണെന്നറിയാമോ? കുഞ്ഞുങ്ങളെ ഓർക്കെ, വിജയത്തിന്റെ ഒരു ശത്രു ഉണ്ട്. ആരാ വിജയത്തിന്റെ ശത്രു? ആരാ? മക്കളെ പറ. വിജയത്തിന്റെ ശത്രു തോറ്റുപോകുമെന്നുള്ള പേടി, പരാജയപ്പെട്ടു പോകുന്നുള്ള പേടി. അപ്പൊ നമ്മളൊരു കാര്യത്തിലേക്ക് കേൾക്കുമ്പോൾ ഇത് പരാജയമായി പോയി, ഇത് നടക്കുന്ന കാര്യമല്ല, പിന്നെ നമ്മൾ ചെയ്യത്തില്ല. അപ്പൊ പരാജയപ്പെട്ടു പോകുമെന്നുള്ളൊരു ഭയം
നമ്മുടെ ജീവിതത്തിൽ വന്നു പോയാൽ നമ്മൾ വിജയിക്കത്തില്ല. പരാജയം പ്രതീക്ഷിച്ചുകൊണ്ട് വേണം ഏത് കാര്യം ചെയ്യാൻ. പരാജയപ്പെടണം. പരാജയപ്പെടുന്ന ചെറിയ പരാജയമൊന്നും ആയിരിക്കരുത്, നല്ല പരാജയം പെട്ടണം. ഈ വീണാല് ഇപ്പൊ ഇവിടുന്ന് വീണാൽ വലിയ ഒന്നും സംഭവിക്കത്തില്ല അല്ലേ? ഇവിടുന്ന് വീണാൽ ചുമ്മാ കാലം കണന്നോ ഉളുക്കോ അതിൽ ചെയ്യത്തുള്ളൂ. എന്നാൽ ഒരു 3 നിലയുടെ മണ്ടയിൽ വീണാലോ കൈയും കാലും എല്ലാം ഒടിയും. അന്നേരം നമുക്കറിയാം എന്ത് കാരണം കൊണ്ടാണ് വീണെന്നറിയാം. അപ്പൊ അതുപോലുള്ള വീഴ്ചയായിരിക്കണം ജീവിതത്തില്. പരാജയം അങ്ങനെയുള്ളതാണ്. നല്ലപോലെ പരാജയപ്പെടണം. നല്ലപോലെ പരാജയപ്പെട്ട് അതിൽ നിന്നും പാഠം പഠിക്കണം. എന്തുകൊണ്ടാണ് ഞാൻ പരാജയപ്പെട്ടത്? ആ സക്സസിലേക്ക് എത്തിച്ചേരാനെ കൊണ്ട്, ആ വിജയത്തിലേക്ക് എത്തിച്ചേരാനെ കൊണ്ട് എനിക്ക് സാധിക്കാത്തത് എന്ത് കാരണത്താലാണെന്ന് നാം പഠിക്കണം. അപ്പോൾ പരാജയങ്ങൾ എന്ത് ചെയ്യണം? നമ്മളെ പഠിപ്പിക്കണം കാര്യങ്ങൾ. അപ്പോൾ നമ്മുടെ ജീവിതം എന്തിനു വേണ്ടിയുള്ളതാണ്? വിജയിക്കാൻ വേണ്ടിയുള്ളതാണ്. നമ്മുടെ ജീവിതം പ്രയോജനപ്പെടാനുള്ളതാണ്. നമ്മുടെ ജീവിതം ഇങ്ങനെ ഉണ്ടാകാനല്ല. ഞാനിപ്പോൾ എനിക്കിവിടെ നിങ്ങൾക്ക് ഒരുപാട് പേരെ ഇല്ലെങ്കിലും ഏതെങ്കിലും ഒരു സമയത്ത് നിങ്ങളുടെ പാസ്റ്ററോട് പറയണം, അന്ന് വന്ന് പറഞ്ഞ സ്നേഹിതൻ്റെ വാക്ക് ഞാൻ കേട്ട് ഞാൻ എൻ്റെ ജീവിതത്തിലൊരു മാറ്റം വരുത്തിയത് കൊണ്ട് ഞാൻ ഇന്ന് ഈ നിലയിലായി തീർന്നു. അതെനിക്ക് ഒരാളിൽ നിന്നെങ്കിലും കേട്ടാൽ എൻ്റെ ഇന്നത്തെ ഇവിടുത്തെ മിനിസ്ട്രി സക്സസ് ആയി. നിങ്ങൾക്കത് ചെയ്യാൻ കഴിഞ്ഞിരിക്കണം. നിങ്ങൾ തന്നെയാണ് ചെയ്യേണ്ടത്. വേറെ ആരും നിങ്ങൾക്ക് വേണ്ടി ചെയ്യാനില്ല. നിങ്ങൾ ചെയ്യുമോ? ശ്രമിക്കാമെന്ന് എനിക്ക് കേൾക്കട്ട. അത് തന്നെയാ കുഴപ്പം. ഇത്രയും നേരം പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഉറപ്പില്ല. ഒരു ഉറപ്പില്ല. ചെയ്യും. അതുകൊണ്ട് ഇന്ന് എന്ത് ചെയ്യണം? ഇന്ന് നിങ്ങൾ വീട്ടിൽ ചെന്നിട്ടൊരു കാര്യം ചെയ്യണം. വീട്ടിൽ ചെന്നിട്ട് ഒരു വെള്ളപ്പേപ്പർ എടുക്കണം. കേട്ടല്ലോ? ഒരു വെള്ളപ്പേപ്പർ എടുത്തിട്ട് ഒരു വലിയ ഒരു A4-ലോ അല്ല ഇച്ചിരി വലിയ ചാർട്ട് പേപ്പർ ആയാലും കുഴപ്പമില്ല. മക്കളെ നിങ്ങളെല്ലാം ചെയ്യണം. നിങ്ങൾക്കൊക്കെ കഴിയുന്ന കാര്യമാണ്. എന്നിട്ട് നിങ്ങൾ എന്താണോ അടുത്ത 2 വർഷത്തിനുള്ളിൽ ആയിത്തീരാൻ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ 5 വർഷത്തിനുള്ളിൽ ആയിത്തീരാൻ ആഗ്രഹിക്കുന്നത്, അത് നിങ്ങളുടെ എന്താണ് ലക്ഷ്യമാണ്. ആ ലക്ഷ്യം ഇതിനകത്തോട്ട് അങ്ങോട്ട് നല്ല പോലെ വായിക്കാനൊക്കുന്ന രീതിയിൽ അങ്ങ് എഴുതണം. മനസ്സിലായോ? ഒരു ചാർട്ട് പേപ്പർ വാങ്ങിച്ചിട്ട് അതിനകത്തോട്ട് അങ്ങ് എഴുതണം. അടുത്ത 5 വർഷം 2030 അല്ലെ 2028 ആകുമ്പോൾ ഞാൻ ഇന്ന കാര്യം നേടിയിരിക്കും, ഇന്നതുപോലെ ഞാൻ ആയിരിക്കും എന്നുള്ളത് ആ വലിയ ചാർട്ടിലോട്ട് എഴുതിയിട്ട് നിങ്ങൾ കിടക്കുന്ന കട്ടിലിന്റെ ഓപ്പോസിറ്റ്, അതായത് നിങ്ങളുടെ കാലിന്റെ ഭാഗം എഴുന്നേൽക്കുമ്പോൾ ആദ്യം കാണേണ്ടത് ഇതായിരിക്കണം. അവിടെ അങ്ങ് പേസ്റ്റ് ചെയ്ത് വെക്കുക. മനസ്സിലായോ? നിങ്ങൾ എഴുന്നേൽക്കുമ്പം ആദ്യം കാണേണ്ടതാ നിങ്ങളുടെ ലക്ഷ്യം, നിങ്ങളുടെ ഗോൾ എന്താണോ നിങ്ങൾ നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്നത്. അത് നിങ്ങൾ പേപ്പറിനകത്ത് എഴുതി വെച്ചേക്കുകയാണ്. നിങ്ങളുടെ മനസ്സിലും ഉണ്ട്, പേപ്പറിലും ഉണ്ട്. എന്തിനാ പേപ്പറിൽ എഴുതി വെക്കുന്നത്? നിങ്ങൾക്ക് അത് എഴുതി അതായിരിക്കണം കണ്ണു തുറന്ന് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ അതായിരിക്കണം കാണേണ്ടത്. ഇത് കണ്ടു കഴിയുമ്പോൾ എന്ത് ചെയ്യണം? അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കണം. കർത്താവെ അതിലേക്ക് എത്തിച്ചേരാനെ കൊണ്ട് എന്നെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കണം. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണോ? അന്നത്തെ ദിവസം അതിലേക്ക് എത്തിച്ചേരാനുള്ള കാര്യം ആദ്യം ചെയ്തോണം. മാറ്റിവെക്കല്ലേ. എന്താണോ എന്തെങ്കിലും ഒരു കാര്യം അന്ന് ചെയ്യാനുണ്ടെങ്കിൽ, ആ കാര്യത്തിലേക്ക് എത്തിച്ചേരാൻ എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ അത് അന്ന് ചെയ്തോണം. ആ ദിവസം ചെയ്തോണം. പിന്നെ മതി ബാക്കി കാര്യങ്ങളൊക്കെ. നിങ്ങളൊന്ന് ചെയ്തു നോക്കി വിജയിച്ചിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഗ്യാരണ്ടിയാണ് ഈ കാര്യം. 100% ഗ്യാരണ്ടിയാണ്. അത് ചെയ്യണം. ഞാൻ ഇതെല്ലാം നിങ്ങളോട് പറഞ്ഞിട്ട് പോയിട്ട് നിങ്ങൾ എങ്ങനെയാണോ വന്നത് അതുപോലെ തിരിച്ചു പോയി നാളത്തെ മീറ്റിങ്ങിന് അതുപോലെ വന്നിരുന്നാൽ നിങ്ങൾ ഇങ്ങനെ തന്നെ ഇരിക്കും. ഒരു സംശയമില്ല, ഒരു മാറ്റം ഉണ്ടാകത്തില്ല, ഒരു ജീവിതത്തിൽ ഒരു ഉയർച്ചയില്ല. എന്നാൽ ഞാൻ പറഞ്ഞേക്കുന്ന ഈ കാര്യങ്ങൾക്ക് നിങ്ങൾ അല്പം പ്രാധാന്യം കൊടുത്ത് ജീവിതത്തെ കുറിച്ചൊരു ബോധമുണ്ടായി എന്തെങ്കിലും ഒരു സ്റ്റെപ്പ് നിങ്ങൾ എടുത്ത് അതിലേക്ക് ഉറച്ചു നിൽക്കുകയാണെങ്കിൽ ഞാൻ 100% ഗ്യാരണ്ടി തരാം, നിങ്ങൾ സക്സസ് ആയിരിക്കും.
നിങ്ങൾ എന്തിലേക്കാണോ എത്തിച്ചേരാൻ ആഗ്രഹിക്കുന്നത് അതിലേക്ക് നിങ്ങൾ എത്തിച്ചേർന്നിരിക്കും. അന്ന് നിങ്ങൾ വിളിച്ച് അദ്ദേഹത്തോട് പറഞ്ഞാൽ മതി, അദ്ദേഹം എന്നെ വിളിച്ചു പറയും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഒരു നല്ല തീരുമാനമെടുത്ത് ഇന്നിവിടെ വന്ന് ഞാൻ വന്നത് നിങ്ങൾക്കൊരു പ്രയോജനമായിരുന്നത് കുറച്ചു പേർക്കെങ്കിലും ഒരാൾക്കെങ്കിലും പ്രയോജനമായിട്ട് തീരുന്നെങ്കിൽ അതിൽ ഞാൻ തൃപ്തനാണ്. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കും.